കർത്താവ് രാവിലെ നമ്മെ സഹായിക്കട്ടെ. തിരുവചനം നമുക്ക് ധ്യാനിക്കാം. Turn with me to Philippians chapter 3 verse 10 and 11. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കും. Praise God. മെയ് മാസം അവസാന ഞായറാഴ്ച പ്രസംഗിച്ചതിന്റെ ബാക്കിയാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. I'm going to preach going to continue what I stopped at end of May. നമ്മൾ പൗലോസിന്റെ അതിശ്രേഷ്ഠമായ ആഗ്രഹത്തെക്കുറിച്ചാണ് ചിന്തിച്ചു തുടങ്ങിയത്. We started meditating on the greatest desire of Paul. അതിനെ അടിസ്ഥാനമാക്കി ദൈവമക്കളുടെ ജീവിത നിലവാരം ഉയരേണ്ട ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. Then I talked about how our spiritual life should be lifted up. ഇവിടെ പൗലോസ് പറയുന്നു, എനിക്ക് യേശുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്, And here Paul says, I want to conform to his death. ഒന്നെനിക്ക് യേശുവിനെ അറിയണം. First I need to know Jesus. അത് നാം ചിന്തിച്ചു. And we already talked about എങ്ങനെ യേശുവിനെ അടുത്തറിയുന്നത്. How will we know him closely? യേശുവിന്റെ ക്രൂശ് മരണം നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് യേശു അവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നാം യേശുവിനെ അറിഞ്ഞു തുടങ്ങുന്നത്. We believe his death and it transfers into our life. That's when we know him. ആ യേശു എൻ്റെ അകത്ത് ജീവിക്കുന്നു എന്നതിന്റെ പുറമെയുള്ള പ്രതിഫലനം അല്ലെങ്കിൽ പ്രകടനമാണ് യേശുവിനെ പരസ്യമായി ജലത്തിൽ സാക്ഷിക്കുക എന്നുള്ളത്. And to baptize is a outward display or proclamation of the inward living Jesus. പിതാവായ ദൈവം യേശുവിനെ മരിച്ചവിടുന്ന് എഴുന്നേൽപ്പിച്ചതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കേണ്ടതിന് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി കൂട്ടായ്മ നാം അനുഭവിച്ചറിയണം. We have to experience the fellowship of his love, and when he raises up just like God raised his son Jesus. ആ ആത്മശക്തിയോടെ വേണം നാം ജീവിക്കുവാൻ. We have to live with the power of that. അങ്ങനെ ജീവിക്കുമ്പോൾ യേശുവിന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ നാം അനുഭവിച്ചറിയണം. And we have to have a fellowship of his sufferings. ഇതായിരുന്നു നമ്മുടെ ചിന്താ വിഷയങ്ങൾ. This is what we had അങ്ങനെ നാം meditated. എത്തുമ്പോൾ അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത്, And the last thing I mentioned, വല്ല വിധേനയും എനിക്ക് മരിച്ചവരുടെ ഒരു പുനരുത്ഥാനം വേണം. that by any means I might attain resurrection of അങ്ങനെ the dead. മരണത്തെക്കുറിച്ച് പറഞ്ഞ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് നിർത്തിയത്. And I had stopped by mentioning about the resurrection of the എല്ലാവരും dead. മരിക്കുമെന്നുള്ളത്. Everyone will die. ആരും ഇങ്ങനെ ആയുസ് പര്യന്തം ജീവിച്ചിരിക്കത്തില്ല. No one will live forever. നാം പുല്ല് പോലെ പൂ പോലെ വാടിപ്പോകുന്നതാണ് ജീവിതം. We are like grass that withers away. ഇനി നമുക്ക് പഠിക്കേണ്ടത്, Next we need to study. ഒരു പ്രസംഗത്തെക്കാൾ ഇന്ന് രാവിലെ ചിലപ്പോൾ പഠനമായിരിക്കും. It might be more of a study. ചിലപ്പം സ്തോത്രം പറയാൻ ഒന്നും കണ്ടെന്നും വരത്തില്ല. There might be nothing to praise in between. കാരണം രാവിലെ ഞാൻ ഇത് ഒന്നുകൂടെ വായിച്ചിട്ട് എനിക്ക് സ്തോത്രം പറയാനൊന്നും കിട്ടിയില്ല. I read this morning. ഭയത്തോടെ കേൾക്കേണ്ട ഒരു ദൂതാ പറയാൻ This is something that we have to hear with fear. ഈ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ പഠിക്കേണ്ടത്. We are going to study the life after death. കർത്താവിന്റെ മടങ്ങിവരവും വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവും And the returning of our Lord and the resurrection of the saints. അതിനുശേഷം നടക്കുന്ന ന്യായവിധി, Then the judgment after that. പ്രതിഫലവും അല്ലെങ്കിൽ ന്യായവിധിയും, And the fruits that will be given after that. അവനോടുകൂടെ യുഗാകാലമായി വാഴും. And living with Lord forever in ഈ eternity. വിഷയങ്ങളാണ് നാം ഇനിയും പഠിക്കേണ്ടത്. This is what we are going to study. ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത് This morning we are going to meditate വിശുദ്ധന്മാരുടെ ന്യായവിധി എന്ന വിഷയമാണ്. the judgment of the saints. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 9-ാം അധ്യായം. Hebrews chapter 9. We may be reading many Bible verses. I need help from both English and Malayalam. എബ്രായർ 9:27-28 വാക്യം. 27 and 28. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ഇവിടെ പറയുന്നു ഒരിക്കൽ മരിക്കയും പിന്നെ ഒരു ന്യായവിധിയുണ്ട്. And it says it's appointed unto men once to die. ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു പ്രസംഗമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. I told you this is something that you might not want to hear. ഇപ്പൊ അങ്ങോട്ട് യേശുവേ മണവാളനെ നീ വാഴണമേ, രോഗം മാറി ദുഃഖം മാറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ രണ്ട് കൈ കൂടുതലടിക്കും. And if you say things like, oh Lord, reign in us and your sickness are gone, പക്ഷേ you ഇന്ന് will രാവിലെ enjoy it. പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത്, Now this is the message from the Holy Spirit. ഒരു ന്യായവിധിയെ കുറിച്ചുള്ള ദൂതാണ്. Talks about judgment. വിശുദ്ധന്മാരുടെ ന്യായവിധി. The judgment of the saints. ദാനിയേലിനോട് പറയുന്നു, And is told to Daniel. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. Daniel 12:11 says, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക. oh Daniel, you go and rest. കാലാവസാനത്തിങ്കൽ At the end of the age, നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. you will raise up to receive your portion. ഒരിക്കൽ മരണവും ന്യായവിധിയും ഓരോരുത്തർക്കും ദൈവം നിയമിച്ചിട്ടുണ്ട്. God has appointed death and judgment once for everybody. ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട സകല മനുഷ്യർക്കും, Every
person who is born in this world and has died. യേശുവിന്റെ വരവിൽ അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട് ജീവനോടെ ഇരുന്ന രൂപാന്തരപ്പെട്ട് എടുക്കുന്ന സകലർക്കും Everyone who will be transformed at the coming of our Lord. ന്യായമായ ഒരു വിധിയുണ്ട്. There will be a judgment for us. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. I will explain. വേദപുസ്തകം നാം പഠിച്ചു വരുമ്പോൾ When we study Bible, 7 വലിയ അതിപ്രധാന ന്യായവിധികളാണ് കാണുന്നത്. there are 7 types of judgments. ഒന്ന് ക്രൂശിലെ ന്യായവിധി. The judgment at the cross. പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള സ്വർഗീയ കോടതിയുടെ നീക്കം കൂടാത്ത നിയമം. The heavenly court which had judged him, Christ at the cross. ഞാനും നിങ്ങളും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ When you and me were going to be dead, സ്നേഹവാനായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ക്രൂശിലെ വിധി നിറവേറ്റി. and God sent his son unto this world on our behalf. രണ്ടാമത്തെ വിധി ജഡത്തിലെ ശിക്ഷ അല്ലെങ്കിൽ ന്യായവിധിയാണ്. And the second judgment in our flesh. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവിക ബാലശിക്ഷ സാത്താന്റെ ദൂതൻ മുഖാന്തരമുള്ള കുത്തലുകൾ അല്ലെങ്കിൽ ജീവിത പ്രയാസങ്ങൾ കൂടെ കടന്നുപോയേക്കാം. The troubles and the trials that we go through in this world because of the sins. ഏറ്റു പറയാത്ത എല്ലാ പാപങ്ങൾക്കും ജഡത്തിൽ തിരിച്ചടികൾ ഉണ്ടായേക്കാം. Every sin that is not confessed in this world, you might get some hit back from മരിച്ചു enemy. കഴിഞ്ഞ് അക്കരെ നാട്ടിൽ ചെന്നെന്ന് മാത്രമല്ല, Not only you are going to reach eternity, ജഡത്തിൽ തന്നെ അതിന്റെ ശിക്ഷകൾ you ലഭിച്ചേക്കാം. might receive some things in this world as well. അതിന് ഞാൻ പറഞ്ഞ പോലെ ബാലശിക്ഷ എന്ന് വിളിക്കാം. You could be calling it chastisement. നിഗളിച്ചു പോകാതിരിക്കാൻ ചിലപ്പോൾ സാത്താന്റെ ദൂതനായിരിക്കാം. Maybe it is the demon who is പഴയ നിയമ tormenting. അപ്പോസ്തലന്മാർ പുതിയ നിയമ സഭയിലൊക്കെ നാം ഒന്ന് പഠിച്ചു നോക്കൂ. Let us study the New Testament. പലവട്ടം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. യാക്കോബിന്റെ ജീവിതത്തിൽ താൻ ചെയ്തതെല്ലാം അതുപോലെ തിരിച്ചടികൾ ഉണ്ടായി. And James had received back things that he did in this world. റാഹേൽ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ കളവ് പറഞ്ഞ നിമിത്തം കല്ലറകൾ വേഗം വേഗം തോണ്ടേണ്ടി വന്നു. And Rachel received according to her deeds as well. അപ്പത്തിന്റെ ഭവനം വിട്ടുപോയത് കൊണ്ട് വെറും കൈയോടെ മടങ്ങി വരുന്ന നവോമിയെ നമുക്കറിയാം. We see Naomi coming back because she left the house of the bread. ദൈവസഭയ്ക്ക് ദൈവദാസന്മാർക്ക് കൂടാരത്തിനകത്ത് കൂടാരം നടത്തിയ മിരിയാം കുഷ്ഠരോഗിയായി തീരുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. We know how Miriam received according to her deeds. ഘോരകും നാദാനും അബീരാമും ഒക്കെ ശുശ്രൂഷകൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നിൽക്കുന്ന സ്ഥലം പിളർന്നു പോകുന്ന കാഴ്ച ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. We saw how Korah, Nathan and David they received according to their deeds. ആ ഏൽപ്പിക്കാത്ത ശുശ്രൂഷയ്ക്ക് നേരെ പെട്ടകത്തിന് നേരെ കൈ നീട്ടുന്ന ഉസ്സായെ നോക്കുക. കൈ വരണ്ടു പോയി കുഷ്ഠരോഗിയായി രാജസ്ഥാനത്ത് നിന്ന് നീക്കപ്പെടുകയാ. And we see how Uzzah became a leper because he touched the ark that he was not supposed to touch. ഒന്നിനു പുറകെ ഒന്നായി സങ്കീർത്തനങ്ങൾ എഴുതി കൂട്ടുമ്പോഴും And many psalms were written. ദൈവത്തിന്റെ ഹൃദയത്തിൽ ശക്തിയോടെ ജീവിക്കുമ്പോഴും And he was living in the power of God. ഹൃദയത്തിലെ പാപം നിമിത്തം രക്തം ചൊരിയുന്ന ദാവീദിന്റെ കുടുംബത്തിൽ മാറി മാറിയുണ്ടായ ശിക്ഷകളുടെ കൂമ്പാരം ഈ പുസ്തകം നമ്മെ And you പഠിപ്പിക്കുന്നു. also see the house of David received many punishments. എന്തിനേറെ പറയുന്നത് പുതിയ നിയമത്തില് In the New Testament. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു വന്ന ഒറ്റ കാരണത്താൽ Or in the New Testament because they lied against the Holy Spirit. ദൈവനാമത്തിനു വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരുന്നത് കൊണ്ട് They did not give unto God what they had promised. ദൈവം ചോദിച്ചതല്ല, God did not ask. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ വ്യാജം പറഞ്ഞതുകൊണ്ട് Because they lied before the Spirit. 2 പ്രാണനാണ് ദൈവസഭയിൽ പിടഞ്ഞു വീണത്. 2 souls died in the ജഡത്തിൽ sanctuary. ചെയ്യുന്ന ശിക്ഷകൾക്ക് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ജഡത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും. The sins that we commit in the flesh, we might receive back in the flesh itself. മൂന്നാമത്തെ ന്യായവിധിയാണ് ദൈവമക്കളുടെ ന്യായവിധി. The third judgment is the judgment of the children of God. അതാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത്. That is what we are going to meditate. നാലാമത്തെ ന്യായവിധി The fourth judgment, ഇസ്രായേലിന്റെ ന്യായവിധി. the judgment of Israel. സ്വന്തത്തിലേക്ക് വന്നിട്ടും സ്വന്തമായവർ അവനെ കൈക്കൊള്ളാതിരുന്നത് കൊണ്ട് He came to his own people, but his own people did not receive him. എല്ലാ കണ്ണും കുത്തിയവങ്കിലേക്ക് നോക്കുന്നത്. Everybody looking unto him. ഒലിവുമലയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് നാഥാ തെറ്റിപ്പോയി എന്ന് നിലവിളിച്ച് ന്യായവിധി ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹമുണ്ട്. There is an enemy, there is a group that is going to receive the judgment. അഞ്ചാമത്തെ ന്യായവിധിയാണ് ജാതികളുടെ ന്യായവിധി. The fifth judgment, the judgment of the Gentiles. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡയും പീഡ അനുഭവിച്ച നിങ്ങൾക്ക് ക്രിസ്തുവിൽ പ്രതിഫലവും ലഭിക്കുന്ന ഒരു ദിനമുണ്ട്. ഇരുമ്പ് കോല് കൊണ്ട് അവരെ മേയിക്കും. There is a day when the Gentiles who tortured you will be judged. ആറാമത്തെ ന്യായവിധി ഭൂമിയുടെ ന്യായവിധി. The sixth judgment is the judgment of this earth. പാപം കൊണ്ട് നിറയപ്പെട്ട ഭൂമിയെ The earth that is filled with sin. ദൈവം ന്യായവിധി കൊണ്ട് ശുദ്ധീകരിച്ചെടുക്കും. God is going to purify through his വചനം judgment. പറയുന്നു ഭൂമിയും അതിന്റെ സകല മൂലപദാർത്ഥങ്ങളും കത്തിയെരിയും. Everything in this world and the earth will be അത് burned. ഭൂമിയും അതിന്റെ പണികളും വെന്തു പോകും. Every work in this world will be ദൈവം ഇതിനെ burned. ഒരു പുതിയ ഭൂമിയാക്കി God മാറ്റിയെടുക്കും. is going to create a new earth. ഏഴാമത്തെ ന്യായവിധി Seventh judgment. അതാണ് നാം വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 20:12 വാക്യം. Revelation 20:12. അനന്തരം ഒരു സിംഹാസനം And a throne.
അതിന്റെ മുമ്പിൽ മരിച്ചവർ ആബാലവൃത്തം നിൽക്കുന്നത് കണ്ടു. Many who were dead stood before that throne. ക്രിസ്തുവില്ലാതെ മരിച്ച സകലർക്കും ഒരു ന്യായവിധിയുണ്ട്. There is a judgment for everyone who died without Christ. ഇത് പറയാനല്ല രാവിലെ വന്നത്. This is not what I am going to say. എനിക്ക് നിങ്ങൾക്ക് ഒരു There ന്യായവിധിയുണ്ട്. is a judgment for you and me. പ്രതിഫലമാണോ ശിക്ഷാവിധിയാണോ എന്ന് ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് തീരുമാനിച്ചിട്ട് ഈ കല്ലറയ്ക്കപ്പുറത്തേക്ക് This പോകാം. morning you have to decide whether it is a reward or a punishment. എന്തുകൊണ്ടാണ് ദൈവമക്കളെ ദൈവം ന്യായം വിധിക്കുന്നത്? Why is God judging his children? ന്യായവിധി എന്ന് കേൾക്കുന്ന ഉടനെ എല്ലാവരും അങ്ങ് ശിക്ഷ വിധിക്കുമെന്നല്ല പറഞ്ഞു വരുന്നത്. I don't mean that everyone will be getting പ്രതിഫലമാണോ punishment. ശിക്ഷയാണോ എന്ന് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അറിയാൻ പറ്റും. We will know here whether it is going to be a reward or a punishment. ഇന്ന് പകൽ നാം അത് തിരിച്ചറിയണം. We have to distinguish ദൈവം that. എനിക്ക് അനുകൂലമാണോ ദൈവം എനിക്ക് പ്രതികൂലമാണോ? Is God for me or against me? അത് പാട്ടിനകത്ത് രണ്ട് വരിയല്ല. It is not just a song. അക്കരെ നാട്ടിൽ ഞാൻ കാലുകുത്തി നിൽക്കുമ്പോൾ When I am in the eternity, ദൈവത്തിന്റെ വിധി എനിക്ക് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ? God's judgment in my favor or against me? എന്തുകൊണ്ടാണ് നമുക്ക് ന്യായവിധി ഉണ്ടാകുന്നത്? Why are we going to be judged? അല്ലെങ്കിൽ എന്താണ് ന്യായവിധിയുടെ ഒരു ഡെഫിനിഷൻ? What is the definition of judgment? യോഹന്നാന്റെ സുവിശേഷം The Gospel of John, 3-ാം അധ്യായം chapter 3, അതിന്റെ 19-ാം വാക്യം verse 19. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, It's mentioned there. ന്യായവിധി എന്നതോ. What is judgment? ഒന്ന് നോക്കിയായിട്ട് സൂക്ഷിച്ച് വായിക്കണമെന്നില്ല. Let's see that. ന്യായവിധി എന്താണ്? What is judgment? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും Light came into this world. മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകൊണ്ട് The works of men were evil. മനുഷ്യർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. People loved darkness more than light. എന്തുകൊണ്ടാണ് ന്യായവിധി വരുന്നത്? Why is judgment coming? സത്യ വെളിച്ചം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടും The truth came down. വെളിച്ചത്തിനേക്കാൾ ഇരുട്ടിനോട് താല്പര്യം കാണിച്ചത് കൊണ്ട്, But we loved the darkness more. നന്മയേക്കാൾ തിന്മയെ ഇഷ്ടപ്പെട്ടത് കൊണ്ട്, We loved evil more than good. സ്നേഹത്തെക്കാൾ കയ്പിനും വിദ്വേഷത്തിനും സ്ഥാനം കൊടുത്തത് കൊണ്ട്, We loved the bitterness more than love. ആരാധനയും അഭിഷേകവും അല്ലെങ്കിൽ മുടങ്ങി നിൽക്കുമ്പോഴും When the worship and anointing is going on, ദൈവഹിതമില്ലാത്ത പലതിനും കൈകൊടുത്തത് കൊണ്ട്, we had evil things ക്ഷമയെയും സഹിഷ്ണുതയേക്കാൾ more than forgiving. വെറുപ്പിനും പ്രതികൂലത്തിനും മുന്നേറിക്കൊണ്ട് We went in the evil route. ദൈവത്തെക്കാൾ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട്, We loved the world more. ആത്മാവിന്റെ പ്രമാണത്തെക്കാൾ ജഡത്തിന്റെ പ്രമാണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തത് കൊണ്ട്, Loved the law of the flesh more than the law of the spirit. അതുകൊണ്ട് വചനം പറയുന്നു, എന്താ ന്യായവിധി? What is judgment? ന്യായവിധി എന്നതോ It means വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് കൊണ്ട്, love darkness more than light. മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകൊണ്ട്, Because our works are evil. അത് വിശ്വാസികൾക്ക് ന്യായവിധി ഉണ്ടാകും. That's why we will be judged. നീ നമ്മെ ആരാ ന്യായം വിധിക്കുന്നത്? Who is going to judge us? യോഹന്നാൻ 5:22 John 5:22. ദൈവം ആരെയും ന്യായം വിധിക്കാതെ God is not going to judge anybody. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ Like we honor our Father, പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് so that we ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. He has given it unto His Son. നമ്മളെ ആരാ ന്യായം Who വിധിക്കുന്നത്? is going to judge us? യേശുവാ ന്യായം വിധിക്കുന്നത്. Jesus is going to judge എന്റെ us. യേശുവേ എന്നൊക്കെ വിളിച്ചോണ്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. We are crying, oh Jesus. ആ യേശു തന്നെ നമ്മെ ന്യായം The വിധിക്കുന്നത്. same Jesus is going to judge us. ന്യായം വിധിക്കാനുള്ള യേശുവിന്റെ മാത്രം യോഗ്യത എന്താ? What is His qualification to judge us? മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റത് യേശു മാത്രമാണ്. Because He was raised up from the വേറെ dead. ആര് വന്നാലും നമ്മൾ സമ്മതിക്കത്തില്ല. If anyone else comes to judge us, ആ we will not ചട്ടവൻ allow. അങ്ങനെ എന്നെ ന്യായം വിധിക്കുന്നത്? How can that person judge me? അല്ലെങ്കിൽ നമ്മൾ മരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മരിച്ചവരെ വിധിക്കാൻ പറ്റത്തില്ല. Or how can a dead person judge the living? അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു, Therefore the word says, എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. when we stand before the throne of judgment. യേശുവിന്റെ ക്വാളിഫിക്കേഷൻ 1 കൊരിന്ത്യർ 15:12 ഇങ്ങനെ പറയുന്നു, 1 Corinthians 15:12 says, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു. oh Jesus who was raised up from the dead. അപ്പോസ്തലനായ പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ പ്രസംഗിക്കുന്നു. When Peter is preaching in Cornelius' house, അപ്പോസ്തലപ്രവൃത്തി 10:42 വാക്യം, Acts 10:42 says, ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ക്രിസ്തു. oh Jesus who is a judge unto the dead and the living. 2 തിമോഥെയോസ് 4:1 പറയുന്നു, 2 Timothy 4:1 says, ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ക്രിസ്തു. Jesus who is the judge of dead and living. എല്ലാവരുടെയും കല്ലറ അടഞ്ഞു കിടക്കുക. When everyone's tomb is closed. ലോകം മുഴുവൻ വിപ്ലവം കൊണ്ട് ഞങ്ങൾ തിരിച്ചു മറിക്കുമെന്ന് പറഞ്ഞ കാർൽ മാർക്സിന്റെ കല്ലറ അവിടെ അടഞ്ഞു കിടക്കുന്നു. Karl Marx's tomb is closed. ഓരോ രാഷ്ട്ര നേതാക്കന്മാരെ എടുത്തു നോക്കിയാട്ട് Take the great leaders of the world. എല്ലാ കല്ലറ അടഞ്ഞു കിടക്കുക. Every tomb is closed. അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. I don't have time to say that. എന്നാൽ അങ്ങ് പലസ്തീനിൽ But in Palestine, ഒരു കല്ലറ ഞാൻ കാണുന്നു. I see a tomb. അത് തുറന്നു കിടക്കുക. It is open. അവൻ ഇവിടെ ഇല്ല. He is not here. അവൻ ഇവിടെ ഇല്ല. He is not here. ആളകത്താണെങ്കിൽ എഴുത്ത് പുറത്തായിരിക്കും. If the person is inside, then the writings are outside. ഇന്നാള് ജനിച്ചു, This person was born, മരിച്ചു, he died.
ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, മരിച്ച There's ദിവസമുണ്ട്. the day of his born, ആളകത്താണ് എഴുത്ത് പുറത്ത്, the date of birth and death is there. ആള് പുറത്താണ് എഴുത്ത് അകത്തായിരിക്കും. But if the person is outside, the writings യേശുവിന്റെ are inside. കല്ലറയ്ക്ക് അകത്ത് എഴുതി But വെച്ചിരിക്കുന്നത് inside his tomb, അവൻ ഇവിടെ ഇല്ല. he is not here. Praise the Lord. Praise God. ആ പലസ്തീനിൽ ഒരു പ്രാവശ്യം പോലും പോകാത്ത, People who have not gone to that place, ഒരിക്കലും അത് കണ്ടിട്ടില്ല, they have never seen them. വേദപുസ്തകത്തിൽ നിന്ന് മാത്രം കേട്ടിട്ടുള്ള They only read in the word. നമ്മുടെ പിതാക്കന്മാർ Our forefathers, തിരുവനന്തപുരത്തിലും മലബാറിലും ഒക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ പാടി, they were singing this way. ഉലകം മഹാത്മാർ അഖിലരും ഒരുപോൽ Oh, all the great people, ഉറങ്ങുന്നു കല്ലറയിൽ, they are sleeping in their ഞങ്ങൾ tomb. യേശു മഹേശ്വരൻ മാത്രം But it's only our Jesus who ഉയരത്തിൽ വാണിടുന്നു. is reigning in high. പകൽക്കാലം ആ പ്രത്യാശ നമുക്കുണ്ടോ? Are we having that ആ hope? തിരിച്ചറിവ് നമുക്കുണ്ടോ? Are we having that ഒരു realization? ജീവനുള്ള കർത്താവിനെ ഞങ്ങൾ We സേവിക്കുന്നത്, are serving a living God. ന്യായവിധിക്കുവാൻ യോഗ്യനായ കർത്താവ്. He is able to judge. ഞങ്ങൾ സേവിക്കുന്നത് ലിവിംഗ് ക്രൈസ്റ്റ്. ഹി ഈസ് ഗോയിങ് ടു ജഡ്ജ് us. അവനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. We serve a God who can judge us. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന ഒരു ക്രിസ്തുവിനെ. Christ who sees and hears everything. ഇനി നമുക്ക് ഏതൊക്കെ വിഷയത്തിലെ ന്യായവിധി What are we going to be judged on? അതറിയണം. We need to know. അത് അറിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇവിടുന്ന് പോകാവൂ. We have to know that today. ഏതെല്ലാം വിഷയം ഇത് നീ വായിച്ചോണേ. And we are going to read this. ഒന്നാമത് നമുക്കുള്ള ന്യായവിധി First, we are judged on മത്തായിയുടെ സുവിശേഷം Matthew 12-ാം അധ്യായം chapter 12, 36-37 വാക്യങ്ങൾ. 36 and 37. വേറൊരാള് മത്തായി 5:22 വായിച്ചോട്ടെ. Matthew 5:22 also. ദൈവമക്കൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ന്യായവിധി, First judgment. വാക്കുകൾക്ക് ന്യായവിധി ഉണ്ട്. Our words that come to our mouth are going to be judged. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ടഫായിട്ടുള്ള മെസ്സേജാ പറയാൻ This പോകുന്നത്. is a very tough message. ഇതിലും നല്ല മലയാളം എനിക്കറിയത്തില്ല. I don't know any better Malayalam. കേരളം വിട്ടിട്ട് വർഷങ്ങളായതുകൊണ്ട് നല്ല മലയാളം പോയി ഇംഗ്ലീഷ് ഇട്ട് പഠിച്ചുമില്ല. ഓക്കെ, അതുകൊണ്ട് നല്ല മലയാളം മറന്നുപോയി. I forgot good അതുകൊണ്ട് Malayalam. അറിയാവുന്ന മലയാളത്തിൽ പറയുക, I'll tell you in the words I നല്ല know. പച്ച മലയാളത്തിൽ പറയുക. In the word, നമ്മൾ പറയുന്ന സകല വാക്കിനും, every word that we say, വിശ്വാസികളുടെ സകല വാക്കിനും ന്യായവിധിയുണ്ട്. every word that we say will be judged. ഒരു മണി ആയാലും എത്ര വാക്ക് നമ്മൾ പറയരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകത്തുള്ളൂ. We will say many things. ഞാനൊരു ക്രിസ്ത്യൻ ഡിക്ഷണറി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ I പോകുകയാണ്. am going to put a Christian dictionary before you. ഈ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. You should not use ഇവിടെ those പറയുന്നു, words. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും Every idle word that we say, ന്യായവിധി ദിവസത്തെങ്കിൽ കണക്ക് കൊടുക്കണമെന്ന്. we shall have to give an account for those words. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ദൈവം എന്നോട് ചോദിച്ചാൽ, ദൈവമേ ഞാൻ ഇതിനാ ഇത് പറഞ്ഞെന്ന് പറയുവാൻ ബാധ്യസ്ഥരാണ്. That means if God asks you, why did you say that word, you will have to give an ഞാൻ account. നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ, The day when I am going to settle matters ഞാൻ with എന്റെ you, ഭാഷയെ പറയാം, നാക്ക് ബലപ്പെട്ടിരിക്കുവോ, are you going to be strong in that day? കൈ ബലപ്പെട്ടിരിക്കുമോ, Will your hands be strong? കണ്ണ് ബലപ്പെട്ടിരിക്കുമോ, Will your eyes be strong? ചെവി ബലപ്പെട്ടിരിക്കുമോ? Will your ears be ഈ strong? ദൈവം, ഞാൻ വരാ ഭാഗത്തേക്ക്, ദൈവവചനം എന്ന് പറയുന്നത് The word of God കഥയല്ല കേട്ടോ. is not a story. വായിച്ചോട്ടെ, ഒരു വാക്യം ഇതുകൊണ്ട് ബന്ധപ്പെട്ടല്ല, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട You വാക്യം. have to understand this. നമ്മൾ ഇത് വായിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഇത് എന്തോ ഒരു സംഭവം കഥയൊക്കെ ആയിട്ട് തോന്നും. When we read this, we might think this is just a story. നമ്മുടെ കുഴപ്പമല്ല, അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. It's not our fault, it's how it's written. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ കാര്യമാണ്. But after some time you will know this is for you. പണ്ട് പലയിടത്തും പ്രസംഗിക്കാൻ പോകുമ്പോൾ Many times when I go to preach, ഉണർവ് യോഗം, കാത്തിരിപ്പ് യോഗം സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ചോണ്ട് പോകും. they call me as a specialist for tarry meetings. എല്ലാവരും വിളിച്ചോണ്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ ഉണർവ് യോഗം നടത്തും. There is revival meetings. ഇതെല്ലാം കഴിയുമ്പോൾ ഒരാളെന്ന് പറയാ, And after that one person, ഞാൻ ഉണർവ് യോഗമാണെന്നും പറഞ്ഞോണ്ടാ I വന്നത്. came here thinking it's a revival meeting. ഈ പുള്ളി മൊത്തം നമ്മുടെ കാര്യം പറയുന്നത്. He was talking about me. അതാ ദൈവവചനത്തിന്റെ പ്രത്യേകത. That is the specialty of the നമ്മുടെ word. കാര്യം ദൈവവചനം പറയണം. The word should talk about us. 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യം, Psalms 40, David says, അതിന്റെ 6, 7, 8 വാക്യങ്ങളാണ്. 6, 7 and 8. ഒന്ന് നോക്കിയാൽ മതി, ഞാൻ അത് പറഞ്ഞു പോകാം. We're going to say that. സങ്കീർത്തനക്കാരൻ ദാവീദ് ഇങ്ങനെ പറയുക, And David says, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. oh, you did not desire the burnt കാരണം offering. ഈ ബൈബിൾ മുഴുവൻ അന്നത്തെ കാലത്ത് തോറായും അല്ലെങ്കിൽ അറിയപ്പെടുന്ന ന്യായപ്രമാണം മുഴുവൻ ദാവീദ് രാവിലെ തൊട്ട് വൈകുന്നേരം വായിച്ചാൽ എന്താ കാണുന്നത്? യാഗത്തെ കുറിച്ചാണ് കാണുന്നത്. David read the Bible, he saw offering after ഹനനയാഗം, പാപയാഗം, ഹോമയാഗം, സമാഗമന കൂടാരം, പുരോഹിതൻ, ഇങ്ങനെ പറഞ്ഞു പോകുക. all the different types of offerings. അപ്പൊ ഇത് മാത്രമേ താൻ കാണുന്നുള്ളൂ. But this is what he was saying. അതിന്റെ ഓർഡർ ഒന്ന് മാറ്റി പറയുകയാണ്. He's changing the order. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. He did not even ask burnt and sin offering. പെട്ടെന്ന് ദൈവം അവന്റെ ചെവി അങ്ങ് തുളച്ചു. And God closed his, opened his ears. നീ എന്റെ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. You have opened my ears. അപ്പൊ എനിക്ക് മനസ്സിലായി, Then I realized, ഇതാ ഞാൻ വരുന്നു, here I am coming.
coming. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. It's written in the book of rolls, it's written about me. അതുവരെ ഞാൻ ഇങ്ങനെ യാഗം പാപം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. Till then I was looking at sacrifice. പെട്ടെന്ന് ദൈവം എന്റെ ചെവി അങ്ങ് തുറന്നു. God opened my ears. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. Then I realized ഇത് മുഴുവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന്. it's written about me. ഇതിലേക്ക് നാം എത്തണം ഇന്ന് രാവിലെ. I have to reach that point. ഈ പ്രസംഗം എന്നോടാണെന്ന് എത്ര പേർക്ക് പറയാൻ How പറ്റും? many of you can say this message ഈ is for me? വചനം എന്നോടാ സംസാരിക്കുന്നത്. How many of you can say this word is for അവരോട് me? ആരോടുമല്ലെന്ന്. It's not for them. ദൈവം നിന്റെ ചെവി തുറന്നാൽ, If God opens your ദൈവം ears, ഇന്ന് രാവിലെ കണ്ണ് തുറന്നാൽ, God opens your eyes, തിരുവചനത്തിൽ അത്ഭുതം കാണും. you will see the miracle in the ദൈവം word. ചെവി തുറന്നാൽ When God opens your ഇത് ears, എന്നെ കുറിച്ച് എഴുതിയേക്കെന്ന് മനസ്സിലാകും. you will realize this is for you. അതെന്താ അതിന്റെ അർത്ഥം? അടുത്ത വാക്യം കൊണ്ട് പോയി കഴിഞ്ഞാൽ And when we read there, അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, and we see, നിന്റെ ന്യായപ്രമാണം ഇപ്പൊ എന്റെ ഉള്ളിലിരിക്കുന്നു. your law is in my heart. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു ഇത്? Where was it It before? was playing around my head. It was playing around my intellectual power. എന്റെ ബുദ്ധിമണ്ഡലത്തിൽ കടന്ന് It കറങ്ങുകയായിരുന്നു. was playing in my intellect. എല്ലാ കഥ എനിക്കറിയാം, I know all the story. തിയോളജി എല്ലാം I എനിക്കറിയാം. know the theology. ഇതെല്ലാം ന്യായപ്രമാണം, ഹോമയാഗം, അകൃത്യയാഗം ഇങ്ങനെ തലയ്ക്കകത്ത് കിടന്ന് I കറങ്ങിയായിരുന്നു. know all the law and sacrifices and ദൈവം offerings. ചെവി അങ്ങോട്ട് തുളച്ചപ്പം But when God opened the ears, ഇത് തലേന്ന് പതുക്കെ ഹൃദയത്തിനകത്ത് ഇറങ്ങി. came down from my intellect to my ഇപ്പൊ heart. ന്യായപ്രമാണം എന്റെ ഉള്ളിലായി. The law is within my heart. ഈ മണ്ഡലത്തിലേക്ക് എത്തണം. You have to reach that stage. പിന്നെ അങ്ങോട്ട് ദാവീദ് എഴുതി, And then David writes, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് so that I don't sin against എന്റെ you, തലയിലിരുന്ന വചനം ഹൃദയത്തിനകത്ത് I സംഗ്രഹിച്ചിരിക്കുന്നു. am going to store the word in my heart. ഒരു ബാലൻ അങ്ങനെ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് How can a young man cleanse his നിന്റെ ways? വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ By തന്നെ taking heed according to your word. കാലം എന്റെ അറിവിന്റെ മണ്ഡലത്തിൽ നിന്ന് From thy knowledge, തിരുവചനം ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം. the word has to seep down അതാണ് into my ദൈവം heart. കുറിച്ച് ആഗ്രഹിക്കുന്നത്. That's what God wants. അപ്പൊ നമ്മളല്ലേ എല്ലാ വാക്കുകൾക്കും കണക്ക് കൊടുക്കണം. Every word we say, we have to give an account. നല്ലതാണേലും മോശമാണേലും There is a good word or a bad word. അതനുസരിച്ചാണ് നമ്മുടെ ന്യായവിധി നടക്കുന്നത്. That is how our judgment ഞാൻ will വേഗം be. 10 വാക്ക് പറയാം, നമ്മൾ ഉപയോഗിക്കാത്ത 10 വാക്ക്. I'll give you 10 words that we should not be using. 39 സങ്കീർത്തനം 1 വാക്യം പറയുന്നു, Psalms 39:1 says, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. I am going to protect and guard my ways so that I don't sin with my tongue. നടപ്പും തമ്മിൽ ബന്ധമുണ്ട്. There is a relation between our walk and tongue. നമ്മൾ എങ്ങോട്ട് നടക്കുന്നോ അതുപോലെ നമ്മൾ സംസാരിക്കത്തുള്ളൂ. The places we walk into, you will talk in the same നിങ്ങൾ way. ആരുടെ കൂടെ നടക്കുന്നോ അവരെ പോലെ നിങ്ങൾ You സംസാരിക്കും. will talk like the people you walk with. ഒന്നാമത്തെ വാക്ക് നാം ഒഴിവാക്കേണ്ടത് The first thing we have to avoid. ഇയ്യോബിന്റെ പുസ്തകം 16 അധ്യായം അതിന്റെ 3 വാക്യം, Job 16:3 says, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? വെയിൻ വേർഡ്സ്. will there be an end to the vain words? ഇതാ വ്യർത്ഥ വാക്കുകൾ. Vain words. എന്താ ഈ വ്യർത്ഥ വാക്കുകൾ എന്ന് What പറഞ്ഞാൽ? are vain words? ഒരാളെ കാണാൻ ചെന്നാല് When you go to meet someone, അവരെല്ലാം എന്തുകൊണ്ടാണ് രോഗം വന്നത്? oh, why did you become sick? അവന്റെ നടപ്പിന്റെ ദോഷം കൊണ്ട്. Maybe that's the way you walk. അറിയത്തില്ല എന്തുകൊണ്ടാണ് വന്നത്. We don't know why they are അവന്റെ sick. ജീവിതം കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നത്. Whatever happened to them. ആശ്വാസത്തിന് പകരം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ. The words that will hurt somebody. ഇനി നമ്മൾ നേരിട്ട് പറഞ്ഞില്ലേലും Even if you don't tell them directly. പ്രാർത്ഥനയിലെങ്കിലും കുത്തി തിരികെ കയറ്റും അത്. Somehow you will mention that in your prayer. പരിശുദ്ധ കർത്താവെ അങ്ങ് സ്തുതിക്കുന്നു. Praise God. നിന്റെ ദാസനോട് ഈ രോഗത്തിൽ കൂടെ ഇടപെടുന്നതിനാൽ സ്തോത്രം. അത് മതി അവന്റെ ചങ്ക് തകരാൻ. ഞാൻ പറഞ്ഞത് വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകണം. You should have put an end to vain words. ഒരുത്തനെ കാണാൻ ചെന്നാൽ അങ്ങനല്ല പറയേണ്ടത്. When you go and visit somebody, that's not how you should talk. ഒരാൾ സുഖമില്ലാതെ കിടക്കട്ടെ, Somebody is sick, ചിലർ എന്ത് ചെയ്യും, ആ അസുഖം വന്ന് മരിച്ചോട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറയും. they'll tell give people a list of people who died with that sickness. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ രോഗക്കിടക്കെ പോയി പറയല്ലേ. Please don't share vain words like this. വെന്റിലേറ്ററിൽ കിടന്ന് അവസാന ശ്വാസമായി എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിലും They might be on life ആ support. വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും When you go and കർത്താവെ അങ്ങ് comfort കൊടുക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞു them, പോരെ. thank you for the healing you have ആയുസ് given them. ദൈവത്തിന്റെ കയ്യിലല്ലേ. പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വീട്ടിൽ വരുന്നത് എനിക്കറിയത്തില്ലല്ലോ. Life is in God's hands. അതുകൊണ്ട് ഹല്ലേലൂയ കഴിവതും As much as possible. As much as possible. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. Let us not say words that would hurt യോബ് others. 2 കൈയിലും തലയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, And Job put his എന്റെ hands. സഹോദരന്മാരെ, ഈ വ്യർത്ഥവാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? Oh, will there be an end to this എന്റെ vain ഉച്ച മുതൽ words? ഉള്ളങ്കാൽ വരെയുള്ള ഈ പരുക്കളേക്കാൾ All the sores on my body. എന്നെ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ ആശ്വാസവാക്കാണ്. Your words are hurting me more. ഇതൊന്ന് നിർത്താൻ പറ്റുമോ? Can you please stop this? അതുകൊണ്ടാണല്ലോ അവസാനം ദൈവം പറഞ്ഞത്, That's why God told us. നിങ്ങളുടെ വാക്കുകൾ നിമിത്തം എനിക്കത് വിഹിതമായി തോന്നുന്നു. Oh, I feel that is wrong because of your യോബ് words. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Job will pray for you. Praise the Lord. Hallelujah. അതിന് അവസരം ഉണ്ടാക്കരുത്. Don't make an അതിന് അവസരം opportunity. ഉണ്ടാക്കരുത്. Don't create an opportunity നമ്മൾ for them. വേദനിപ്പിച്ചവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവസരം ഉണ്ടാക്കരുത്. Don't create an opportunity when they pray for you. രണ്ടാമത്തെ വാക്ക് The second words. കഠിന വാക്ക്. Hard words. പ്രോവർബ് Proverbs 15ന്റെ 1-2 വാക്യങ്ങൾ. 15:1 and 2. ഇവിടെ എങ്ങനെ വായിക്കുന്നത്? And we read there. കഠിന വാക്ക് കോപത്തെ ജനിപ്പിക്കുന്നു. And hard words would
create anger. അതിന്റെ മേളിലുണ്ട് മൃദുവായ വാക്കാണ് നല്ലതെന്ന്, കഠിന വാക്ക്. Oh, hard words. ചില വാക്ക് കേട്ട ചത്തുപോയ ലാസർ വരെ എഴുതിട്ടൊന്നും തല്ലും. അതുപോലുള്ള വാക്കുകളാണ് പറയുന്നത്, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ. Oh, grievous words. ചുമ്മാ ഇരിക്കുന്നവർക്ക് ദേഷ്യം വരും. People, it will create anger in others. ഒരാളോടെ മിണ്ടായിരിക്കുകയാണ് ചോദിക്കും, എന്താ മിണ്ടായിരിക്കുന്നത്? One person is quiet, asking why they are quiet. പിന്നെയും ചോദിക്കാൻ എന്താ മിണ്ടായിരിക്കുന്നത്? Then again ask them quiet. അവസാനം ആളിനെ കൊണ്ട് മിണ്ടിച്ചേ അടങ്ങും. Then they will become angry. പറയും, എന്നാലും എന്നോട് നീ ഇങ്ങനെ പറയേണ്ടി വന്നല്ലോ. Then why very angry with me? പുള്ളിനെ ചുമ്മാ അവിടെ കിടക്കുകയല്ലായിരുന്നു. He was just a കഠിന വാക്ക് കോപം ജനിപ്പിക്കും. grievous words stir up anger. ദയവ് ചെയ്ത് ഈ വാക്ക്, ഞാൻ പറഞ്ഞ സ്തോത്രം ഒന്നും പറയണ്ട, എഴുതിയെടുത്തോണ്ടിരുന്നാ മതി, വീട്ടിൽ ചെന്ന് വായിച്ചോണ്ടിരുന്നാ മതി. കഠിന വാക്ക് കോപം ജലിപ്പിക്കുന്നു. Grievous words stir anger. മറ്റുള്ളവർക്ക് കോപം ജലിപ്പിക്കുന്നു. So that others are angry. അത് കുഞ്ഞുങ്ങളോടായാലും Maybe to your children, കുടുംബത്തിലാണെങ്കിലും, maybe in your family. അത് അങ്ങ് പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള വാക്കാ കേട്ടോ. These are for us only. കഠിന വാക്ക് മറ്റുള്ളവരുടെ കോപം ജനിപ്പിക്കുന്നു. Grievous words stir up anger. അടുത്ത വാക്കാണ് അതികഠിന വാക്ക്, സ്ട്രോങ് വേർഡ്. Strong words. ഇത് ദൈവത്തിനെതിരെ പറയുന്ന. This is against God. മലാക്കി 3:13. Malachi 3:13. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു. Your words are very strong against അപ്പൊ me. എന്താണ് ഈ സ്ട്രോങ് വേർഡ്? What are strong words? ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങള്, Things about God. ദൈവത്തിന് വിരോധമായി സംസാരിക്കുക, ദൈവാലോചനയ്ക്ക് വിരോധമായി സംസാരിക്കുക. Talking against God and His counsel. ഇവിടെ പറയുന്ന പദം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. These are verses that you ഞങ്ങള് know. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വർത്തം. Oh, we vainly worked for God. ഒരു പ്രാവശ്യമെങ്കിലും ഇത് പറയാത്തവരുണ്ടോ? People, we have uttered that some point ഇത്രയും in our നാൾ life. വെറുതെ അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു വെറുതെയായി. I prayed for nothing. ഇത്രയും നാൾ ഉപവസിച്ചു വെറുതെയായി. I fasted for nothing. ദൈവകാര്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് വെറുതെയായി. I gave all that thing ഇത് for nothing. ദൈവത്തിന് നേരെ പറയുന്ന കഠിന വാക്കാണ്. You are talking this against God. ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട്, When you do something for God, if you regret over that, if you regret over that, that is the strongest, അതാണ് ഏറ്റവും കഠിന വാക്ക്. that is a strong word against God. ഞങ്ങൾ കറുപ്പുടുത്ത് നടന്ന വർത്തം, Oh, we wore this for ഞങ്ങൾക്ക് nothing. എന്ത് പ്രയോജനം ഉള്ളത്? What benefit we received? എന്നിട്ട് ഞങ്ങൾക്ക് ലോകത്തിൽ കണ്ട കുറെ കാര്യങ്ങളോട് അങ്ങോട്ട് പറയും. 14-15 വാക്യം. Then he will say words 15 and 16. എന്നാൽ ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട്. God told this way. നിങ്ങൾ ഈ കഠിന വാക്ക് നിർത്തണം കേട്ടോ. Stop these hard words. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷ ചെയ്യുന്ന മകനെ പിതാവ് ആദരിക്കുന്ന പോലെ Just like a father honors the എന്റെ son. ഓർമ്മയുടെ പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. I have mentioned this in the book ലോകത്തിൽ of ആരും remembrance. നിങ്ങൾക്ക് ഇതിന് പ്രതിഫലം തന്നില്ലെങ്കിലും, World might not give you any reward. യോസഫിനെ അറിയാത്ത ഫറവോന്മാർ പലവട്ടം എഴുന്നേറ്റാലും, Many times pharaohs will come up, they don't know Joseph. യോസഫിനെ മറന്നു പോകുന്ന ഹല്ലേലൂയ പാനപാത്ര പ്രമാണിമാരുടെ എണ്ണം കൂടിയാലും, Butlers might come who don't know Joseph. യോസഫിന്റെ പേരിലുള്ള പുസ്തകങ്ങൾ വലിച്ചു കീറിയാലും, When they tear the books in the Joseph's name, യോസഫിനെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. there is a God who remembers നിങ്ങളുടെ Joseph. മാതാക്കൾക്ക്, പിതാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, സഭയ്ക്ക്, ദേശത്തിന്, സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തതൊക്കെ Things that you have done for your parents and for your പലരും മറന്നുപോയാലും community. ഇന്നും അത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണെന്നോർത്ത് കഠിന വാക്കുകൾ ഇന്ന് പകൽ അവസാനിപ്പിക്കൂ. Others would have forgotten that, but God will remember that. അടുത്ത വാക്കാണ് ബന്ധപ്പെട്ട വാക്ക്, ഹേസ്റ്റി വേർഡ്സ്. Next is a hasty words. സദൃശ്യം 29-20 വാക്യം. Proverbs 29:20. വാക്കിൽ ബന്ധപ്പാടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നോന്ന്. Do you see a person who is hasty in his words? അവനേക്കാൾ മൂഢനെ കുറിച്ചാണ് പ്രത്യാശയുള്ളത്. He is not good than a fool. അത് തന്നെയാണ് എക്ലേഷ്യാസ് സഭാപ്രസംഗി 5:2 വാക്യത്തിൽ പറയുന്നത്. Ecclesiastes 5:12. ബന്ധപ്പെട്ടൊന്നും പറയരുത്. Don't say anything hastily. കാണുന്നത് കേൾക്കുന്നത് എന്താന്ന് ആലോചിക്കാതെ, Without considering. അതിന് ഹല്ലേലൂയ അതങ്ങ് തീരുമാനം എടുക്കരുത്. Don't make a quick and hasty decision. തിടുക്കത്തിലൊന്നും പറയരുത്. Don't say anything rashly. അർത്ഥം മനസ്സിലാക്കാതെ വിധി പ്രഖ്യാപിക്കരുത്. Don't give your judgment without understanding. എന്തെങ്കിലും പുറമേ കാണുന്നതല്ല അതിന്റെ അവസാനമെന്ന് ഓർത്തോണം. The outward things are not the end. പുറമേ കാണുന്നതിനകത്ത് ചിലപ്പോൾ സന്തോഷം, അല്ലെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ ദുഃഖം ഒളിച്ചിരിക്കാം. There might be outward glory and happiness, but there is sadness inside. ഇന്ന് പകൽക്കാലത്ത് തിരിച്ചറിയണം. But we have to understand. ബന്ധപ്പെട്ടൊന്നും പറയല്ലേ. Don't say anything hastily. നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകളാണ്, നിങ്ങൾ പേടിക്കണം. നമ്മൾ അത് ഉപയോഗിക്കാറില്ല. We don't say these words. അടുത്തൊരു വാക്കുണ്ട്, Next word. എൻറ്റൈസിംഗ് വേർഡ്, വശീകരണ വാക്ക്. Enticing words. കൊലോസ്യർ 2:4. Colossians 2:4. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. No one should deceive you by enticing words. രാവിലെ അബ്ശാലോമിന്റെ കൂട്ട് നിൽക്കുകയാണ് വാതിക്കൽ. In the morning we're standing with Absalom. രാജാവിനെ കാണാൻ വേണ്ടി ആരെങ്കിലും വന്നാ പറയും, People who come to see the king. നല്ല മുടിയില്ല, താഴെ വരെ ഉണ്ട്, He has long hair. പിന്നിക്കെട്ടിട്ട് നോമന് മുടികാട്ടൊക്കെ ഇങ്ങനെ അബ്ശാലോം നിൽക്കുക. And Absalom is standing out. കയറി വരുന്നവരോട് പറയും, People who come to see the ഞാൻ king. ആയിരുന്നു രാജാവെങ്കിൽ If I were the king, എന്റെ പ്രശ്നം എന്നേ തീർത്തു. I would have resolved your problem long അങ്ങനെ time back. ജനത്തിന്റെ ഹൃദയം അബ്ശാലോമിലേക്ക് പറ്റിപ്പോയി. Oh, everyone
started turning towards Absalom. അബ്ശാലോമിനെ പോലെ വശീകരണ വാക്കുകൾ, Because Absalom is using enticing words. മറ്റുള്ളവരുടെ നന്മ തട്ടിയെടുക്കുവാൻ He's trying to snatch the goodness of others. ഇങ്ങനെയുള്ള വാക്കുകൾ നാം ഉപയോഗിക്കരുത്. We should not be using words like ഞാൻ these. വിശദീകരിക്കുന്നില്ല. I am not explaining. അടുത്തൊരു വാക്ക് മുഖസ്തുതി അല്ലെങ്കിൽ ഫ്ലാറ്ററിംഗ് എന്ന് പറയുന്നത്. Next is flattering words. 1 തെസ്സലോനി 2:5. First Thessalonians 2, മുഖസ്തുതി എന്ന് 2:5. പറയുന്നത് നല്ല കാര്യം വാ തുറന്ന് പറയണം. Good things you should say about others. നന്നായിരിക്കുന്നു ബ്രദറെ, Say സഹോദരൻ good നന്നായിരിക്കുന്നു. thing, it is good thing, brother. അത് നിങ്ങളുടെ മനസ്സിനകത്ത് നന്നല്ലെന്ന് തോന്നിയാ, Even if you don't feel it's good, നീ നന്നല്ലെന്ന് പറഞ്ഞില്ലെങ്കിലും വിഷമമൊന്നുമില്ല. you don't have to mention that. അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി Just to please them. എല്ലാം ഉയർത്തി പറയല്ലേ. Don't lift them up. ആരെങ്കിലും നിങ്ങളെ ഒത്തിരി ഉയർത്തി പറഞ്ഞ If someone is lifting you up too much, ഓർത്തോണം, നിങ്ങൾ ഇല്ലാത്തപ്പോ നിങ്ങളെ അവർ ചവിട്ടി താഴ്ത്തിയിരിക്കും. remember they might pull you down as well. മുഖസ്തുതി ദൈവത്തിന് ഇഷ്ടമേ. God doesn't like flattering words. ചക്കരവാക്കും മുഖസ്തുതിയും ദൈവസന്നിധി വില പോകത്തില്ല. God doesn't like flattering ഇതിന് words. ന്യായവിധിയുണ്ട് അവിടെ ചെല്ലുമ്പോ. There is judgment for this up there. അടുത്തത് ആ കൗശല വാക്ക് എന്ന് പറയുന്ന ഡിസെപ്റ്റീവ് വേർഡ്. Next is deceptive word. 2 പത്രോസ് 2:3 പറയുന്നു, 2 Peter chapter 2 verse number ഈ 3. സർപ്പം ഉപായത്താൽ ഔവായെ ചതിച്ചത് അങ്ങനെ. Oh, the serpent deceived Eve. ഓഫർ ചെയ്യുന്ന ഒന്ന്, One is offered, അതിന്റെ പിന്നെ മറഞ്ഞിരിക്കുന്ന മരണം but ഉണ്ടായിരിക്കും. something, death is hidden behind. നിങ്ങളുടെ മുമ്പിൽ പറയുന്നതല്ല അതിന്റെ പിന്നിലെ അർത്ഥം. The truth is not put ഇന്ന് before you. പകൽക്കാലം കൗശല വാക്കുകൊണ്ട് ആരെയും വശീകരിക്കരുത്. Do not deceive others by deceiving words. ഏശാവിനോട് പറയാ, Esau is told, നല്ല വിശപ്പ് എന്റെ ചേട്ടന്. oh, my brother is very hungry. അയ്യോ, ഒന്നാമത് ചുമന്നവനാ. Oh, he is red. അതിന്റെ കൂടെ വെയിലൂടെ കൊണ്ടാ നിങ്ങൾക്ക് അറിയാലോ. You know what, after ആ his, പരുവത്തിൽ ഏശാവ് കയറി വരുന്നത്. Esau is coming back to his house. ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസം ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. He made such a good porridge. ചേട്ടൻ അങ്ങോട്ട് കഴിച്ചോളാൻ പറഞ്ഞു. Oh, brother, eat it. ആദ്യത്തെ സ്പൂൺ വായി വെക്കുന്നതിന് മുമ്പ് Before he ate the first spoon, ഒരു മിനിറ്റ് ഒന്ന് ഒപ്പിട്ട് തരണം. can you sign this for me? ഇതാണ് കൗശല വാക്ക്. This is the deceiving words. മറ്റുള്ളവരുടെ വിശപ്പ് മുതലാക്കി Oh, you are taking advantage of his hunger. അവകാശങ്ങൾ തട്ടിയെടുക്കുന്നെങ്കിൽ Now, if you are snatching his കൗശല right, വാക്കാണ്. that is deceiving words. അടുത്തൊരു വാക്ക് ദുർവാക്ക്, Second, malicious word. malicious words. ദുർവാക്ക് എന്നാ പറയുന്നത്. What is malicious words? 3 യോഹന്നാൻ 1:9-10 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. 1 John 1:9-10. അസംബന്ധം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് എന്നൊക്കെ പറയുന്നത്. It mentioned there few different types of words. ദൈവമക്കൾക്ക് ചേർച്ചയല്ലാത്ത ദുർവാക്ക്, Words which are not good for children of എനിക്കും God. നിങ്ങൾക്കും ചേരാത്ത ഒരു വാക്കും പറയരുത്. Don't say things that are not suitable for us. അടുത്തൊരു വാക്കുണ്ട്. Next words. കാര്യം ബോറടിക്കുന്ന എനിക്കറിയാം. ഇത് പറഞ്ഞു നോക്കത്തുള്ളൂ, വാക്കില്ലേ പറഞ്ഞു നോക്കത്തുള്ളല്ലോ. അതിഭാഷണം, എക്സസ് വേർഡ്. Excess words. ഈ ഉണ്ട്, കാര്യമുണ്ട്, സാധനമുണ്ട്, പക്ഷെ അതങ്ങ് വലിച്ചങ്ങ് നീട്ട് റബ്ബർ പോലെ. But he will stretch it so much. എത്ര പേര് സ്നാനപ്പെട്ടു? How many were baptized? 500 സ്നാനപ്പെട്ടു. Oh, some 10 to 500 baptized. 500 സ്നാനപ്പെട്ടോ? Did 500 ഇവിടെ baptized? കുറയ്ക്കാൻ പറ്റുമോ? Can you reduce it? അത് എണ്ണ ഒന്നും ഞങ്ങൾ നോക്കിയൊന്നുമില്ല. We did not count. ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴേ 5 കഷ്ടിച്ചേ ഉള്ളായിരുന്നു. Oh, it was only 5 in reality. കണ്ടിട്ടില്ലയോ റിപ്പോർട്ടുകൾ ഇങ്ങ് വരുന്നത്? Don't you see reports like this? ഇതാണ് അതിഭാഷണം എന്ന് This പറയുന്നത്. is called excessive word ഒരു exaggeration. കാര്യമാണ്, അത് പറയാൻ 4 മണിക്കൂർ. Oh, you need 4 hours to say a small thing. ചിലരൊക്കെ അനുഭവസാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? Some people tell their experience. എന്തോ ഒരു കൊച്ചുകാർ ഒരു രോഗമായിരിക്കും സൗഖ്യമായി, Something, a small sickness is healed. അത് ആശുപത്രി പോയ സകല കാര്യം പറയും. They'll tell everything. They went to hospital. ഡോക്ടർമാർ പറഞ്ഞ മൊത്തം പറയും. Things that doctor said. ഒറ്റ വാക്കി പറയാമോ? Can you say in one word? ആ കുരുടൻ പറഞ്ഞ കണക്ക്, Just like that blind man said. one thing I know, One thing I know. I was blind, now I see. I was blind and now I see. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ കണ്ണ് കാണാത്തവനായി Last 40 പട്ടണത്തിലായിരുന്നു. years I could not see. എത്രമാത്രം ഞാൻ ഭിക്ഷക്കാരനാണെന്ന് അറിയാമോ? I was a beggar. നിങ്ങൾക്ക് എല്ലാവർക്കും അത് You അറിവുള്ളല്ലോ. all know that. പക്ഷെ അവൻ പറഞ്ഞ അതൊന്നുമല്ല. They didn't say any of that. ഇന്നലെ ഞാൻ കുരുടനായിരുന്നു, Yesterday I was ഇപ്പൊ blind. എനിക്ക് കാണാം. Now I see. അതിനെന്താ തെളിവ്? What is the proof? എനിക്ക് നിങ്ങളെ എല്ലാം കാണാം. I can see you all. ഇന്ന് പകൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങൾ അങ്ങനെ ആയിരിക്കട്ടെ, Our testimony should be this നമ്മുടെ way. വാക്കുകൾ അങ്ങനെ ആയിരിക്കട്ടെ, Our words should be this way. ദൈവസന്നിധിയിൽ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ. Let it be few words. അതിഭാഷണത്താൽ Oh, excessive exaggeration. ശിക്ഷാവിധി വിളിച്ചു വരുത്തുക. We are calling upon us വാക്കുകൾ punishment. പെരുകിയാൽ ലംഘനം ഉണ്ടാകും. If you have excessive words, there will be punishment. നമുക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ നിർത്താൻ അറിയത്തില്ല, എവിടെ നിർത്തണമെന്ന് അറിയത്തില്ല, We don't know where to stop. എവിടെ തുടങ്ങിയെന്ന് അറിയത്തില്ല. We don't know where we started. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നിർത്താൻ അറിയാത്തത്. That's why we don't know where to ഒരു stop. വാക്കൂടെ ഞാൻ പറഞ്ഞ് ഈ ഭാഗം വിടുകയാണ്. I'm going to say one more ഞാൻ time. പറഞ്ഞു വന്നത് വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. I told there are words, അടുത്ത വാക്കാണ് വളരെ സൂക്ഷിക്കേണ്ടത്. judgment for words. വായിച്ചാട്ടെ ലളിയ സദൃശവാക്യം Proverbs 10-ാം വാക്യം, 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 10:18. ഏഷണി എന്ന വാക്ക്, Backbiting. ഏഷണി, Praise God. ഒരാളില്ലാത്തപ്പം ആ ആളിനോട് പറയാൻ പറ്റാത്തത് പറഞ്ഞ Slander.
the person is not there, you talk about him. കുറ്റം ഞങ്ങൾ പറയത്തില്ലെന്ന് തീരുമാനം എടുക്കല്ലേ. Don't make a decision that you നിങ്ങൾക്ക് എല്ലാവരുടെയും കുറ്റം പറയാം. You could say others' fault. ആ ആളിനോട് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമെങ്കിൽ ഇത് ആരോടും പറയാൻ പറ്റും. If you can tell to that person, you can tell to anybody. ഒരാളിനോട് പറയാൻ പറ്റാത്തത് ആ ആളിന്റെ കാര്യം വേറെ ആളോട് പറയരുത്. The things that you cannot tell them directly, going and telling other ഇതാണ് people. ഹല്ലേലൂയ ഏഷണി എന്ന് This പറയുന്നത്. is slander. പിറകിൽ നിന്ന് കുത്താന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. You can say that backstabbing. അങ്ങനെ ഞാനും മോൻസിയോട് ഇങ്ങനെ പോവുക, We're going together. എന്റെ പുറകെ ഒരാൾ വരുന്നുണ്ട്, Some person is coming behind. കൈകൊണ്ട് ആംഗ്യം കാണിക്കുക, I'm telling them. എന്നെ കൊണ്ടുവിട്ടിട്ട് ഒന്ന് പറയാവുന്നു. Tell ഇതാണ് them. ബാക്ക് ബൈറ്റിംഗ് എന്ന് പറയുന്നത്. This is backstabbing and backbiting. അതാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നത്. And that was Psalmist says. ഒന്ന് ചുമ്മാ ഒന്ന് കാണിച്ച് അല്ലെങ്കിൽ 50 സങ്കീർത്തനം 50 Psalms 50, 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ 19 to 23. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. And we read there. സാംസ് നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, Don't leave, you're living your mouth. നിന്റെ വായ് നീ വഞ്ചന പിണയ്ക്കുന്നു, Praise God. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് നീ അപവാദം പറയുന്നു. ഇവ നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കൊണ്ട് ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നിനക്ക് തോന്നി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കും. എപ്പോഴാ? ന്യായവിധി ദിവസത്തിങ്കൽ. On the day of judgment, I will prove this and put it before your ഞാൻ eyes. നിന്റെ കണ്ണിന് മുമ്പിൽ നിരത്തി വെക്കും. I am going to lay it in order. ഈ വിഷയത്തിൽ ദൈവത്തെ മറക്കുന്നവരെ, Things that who forget God in these things. ഈ വിഷയത്തിൽ ദൈവത്തെ മറന്ന് സംസാരിക്കുന്നവരെ, People who forget God in these things. ഇതോർത്തുകൊള്ളുക. Remember this. അല്ല എങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, Else I will tear you apart. വിടുവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. There will be none to deliver. അതിഭാഷണത്തിന്റെ Excessive words. ഏഷണിയുടെ ന്യായവിധിയുടെ ദൂതായി പറയുന്നത്, Slanders that are happening. ഇന്ന് പകൽക്കാലം വാക്കുകൾക്ക് ന്യായവിധി ഉണ്ട്. Every word will be judged. നമ്മുടെ വാക്ക് നാം കുറച്ചില്ലെങ്കിൽ, If we do not reduce our words. യാക്കോബ് 1:26 നാം ഇങ്ങനെ വായിക്കുന്നു, James 1:24 says. നിങ്ങളുടെ നാവിന് നിങ്ങൾ കടിഞ്ഞാണമിട്ടില്ലെങ്കിൽ, If you don't put a bridle on your നിങ്ങളുടെ tongue. നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ, If you don't control your നിങ്ങളുടെ tongue. ഭക്തി വ്യർത്ഥമാണ്. Your faith is in vain. അപ്പൊ ഒന്നാമത്തെ ന്യായവിധി വാക്കുകൾക്കാണ്. Oh, first judgment is for words. രണ്ടാമത്തെ ന്യായവിധി The second judgment. നമ്മുടെ ചിന്തകൾക്ക് ന്യായവിധിയുണ്ട്. Oh, our thoughts would be judged. ചിലവരൊന്നും മിണ്ടത്തില്ല. Some people don't say anything. അമ്മാമ എന്തോ പാവമെന്നറിയാവോ, Oh, they are so nice. അച്ചായൻ എന്തോ പാവമെന്നറിയാവോ, The uncle is so nice. ആ കുഞ്ഞിനെ ഒക്കെ ഒരു കുഴപ്പമില്ല, Oh, the child is so no പക്ഷേ problem. ആകം മുഴുവൻ വിഷമായിരിക്കും. But it might be a whole poisonous inside. നിങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും എന്തൊക്കെയാ മനസ്സിൽ കൂടെ പോകുന്നറിയാമോ, When you're standing before, you don't know what's going on inside. കിട്ടിയായിരുന്നെങ്കിൽ കുടിക്കായിരുന്നു എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അല്ല, അകത്തൂടെ എന്തൊക്കെയാ പോകുന്നത് You നമുക്കറിയാം. don't know what thoughts are going inside. ദൈവമക്കളെ, ഇത് മാത്രമല്ല, Not only this, പാപത്തിന്റെ ചിന്ത ഇങ്ങനെ വരും കേട്ടോ. the thoughts of sin will come. അവിടെ അങ്ങ് ഇരിക്കാൻ സമ്മതിക്കല്ലേ. Do not stay ഈ there. ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം ഇതൊക്കെ വരും. When you are in this world, these things will come. വന്ന വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. Let it go the way it came. നാട്ടിലൊക്കെ പറയുന്ന കണക്ക് കാക്ക തലയുടെ മുകളിൽ കൂടെ പറന്നോട്ടെ, Let the crow fly over your head. പക്ഷെ കൂട് വെക്കാൻ സമ്മതിക്കരുത്. Do not allow it to have a nest on your head. എന്റെ പൊന്ന് തങ്കമ്പേല്ലയോ, നിന്റെ മുടിക്കും എനിക്ക് ഒരേ നിറവാ. Praise the Lord. അല്ലല്ല, ഞാൻ നിന്റെ വലത്തോട്ട് മാറി ഒരു കൂട് വെച്ചോട്ടെ, നിനക്കൊരു കിരീടമായി എനിക്കൊരു വീടുമായി സമ്മതിക്കില്ല കേട്ടോ. Do not allow it to have a nest on അത് your head. അവിടെ ഇരുന്നാൽ കുഴപ്പമാ. Because if it lays in it, വായിക്കാം 1 കൊരിന്ത്യർ 4:4-5 വാക്യങ്ങൾ. 1 Corinthians 4:4-5. Praise God. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. Do not judge anything too ഇരുട്ടിൽ soon. മറഞ്ഞിരിക്കുന്നത് Things that are in the darkness വെളിച്ചത്താക്കി will be coming to light. ഹൃദയങ്ങളുടെ ആലോചനയെ വെളിപ്പെടുത്തും. Oh, the counsels of the heart will be അന്ന് manifest. ദൈവത്തിൽ നിന്ന് ഓരോരുത്തരും പുകഴ്ചയുണ്ടാകും. Every man will have praise from God. ഇന്ന് ആരോടും പറയാതെ അകത്ത് കൊണ്ട് നടന്ന സകലതും സ്വർഗം ഒരു ബോർഡിൽ നിരത്തി എഴുതുന്ന ഒരു ദിവസമുണ്ട്. There will be a day when everything in our heart will be written on a board. ഹൃദയത്തിൽ കൂടെ കടന്നുപോയ സൂക്ഷിച്ചു വെച്ച സകല ചിന്തകൾക്കും അന്ന് ന്യായവിധി ഉണ്ടാകും. Every thought in our heart will be judged on that day. അടുത്ത ന്യായവിധി, The next judgment. പ്രവർത്തികൾക്ക് ന്യായവിധിയുണ്ട്. Our works will be judged. 2 കൊരിന്ത്യർ 5:10 വാക്യം. 2 Corinthians 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും Things that we do. തീയതാകിലും അതതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. We must all appear before the judgment seat of Christ. പ്രവർത്തിക്ക് ന്യായവിധി ഉണ്ട്. Works will be judged. ഞങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. Oh, we are saved by grace. ഹൃദയം ദൈവം കാണുന്നു. My God knows my heart. ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് അറിയാതെ പറഞ്ഞു പോയത്, I said that without knowing. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. I did that without knowing. ദൈവം ഹൃദയം കാണുന്നുണ്ടെന്ന് God sees my heart. ഞാൻ പഠിച്ച പുസ്തകം According to the Bible, ഈ I വചനം read. എന്നെ പറയുന്നു. This tells me നിങ്ങളുടെ സഭായോഗത്തിൽ നിങ്ങൾ വരുമ്പോൾ when you come to the church, നിങ്ങളുടെ ആരാധനയുടെ മുന്നിൽ നിങ്ങളുടെ പ്രവൃത്തി കയറി നിൽക്കും. your works will be laid before your worship. കർത്താവ് ഒന്നാമത് വന്നത് പാപികളെ രക്ഷിക്കാൻ, First, He came to save the sinners. രണ്ടാമത് വരുന്നത് വിശുദ്ധന്മാരെ കൊണ്ടുപോകാൻ. Second, He is coming to take up the saints. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ഒരു സഭ
സഭയെ മണവാട്ടിയെ കൊണ്ടുപോകാൻ യേശു വരുന്നത്. A bride without any defect or any spoil. നല്ലതിനും തീയതിനും ശിക്ഷാവിധി ഉണ്ട്. Every good and bad will be നല്ലതിന് judged. പ്രതിഫലം, Oh, good will we have reward. തീയതിന് ശിക്ഷാവിധി ഉണ്ട്. The evil will have a punishment. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് തന്നെ വിശുദ്ധിയാണ് അവരുടെ മാർക്ക്. The mark of Pentecost is holiness. അതങ്ങ് കുറച്ചു നേരം പറഞ്ഞാൽ കൊള്ളാൻ എനിക്ക് I തോന്നുകയാണ്. want to share about that. പണ്ട് പെന്തക്കോസ്തുകാരെ ഈ പേരിൽ അറിയപ്പെട്ടിരുന്നത്. Earlier, the Pentecostals were known by their വിശുദ്ധന്മാരെന്നാണ്. holiness. ഞാൻ കേട്ടിട്ടുള്ള പഴയ ചരിത്ര കഥകൾ ഇങ്ങനെ പറയുന്നത്. I have heard many things in the history. രണ്ട് ഉദാഹരണം പറയാം. I'll give you two examples. ഒരിക്കൽ ഒരു കോടതിയിൽ വ്യവഹാരത്തിന് വേണ്ടി ഒരു പെന്തക്കോസ്തുകാരനെ കൊണ്ട് നിർത്തി. A Pentecostal person went to a court one time. എവിടാന്ന് ചോദിക്കരുത്, വായിച്ച പുസ്തകമാണ് കൊണ്ടുതരാന്നേ ഉള്ളു. I will bring you the book where I read that. അവിടെ കൊണ്ട് നിർത്തി. He was taken to a court. ഉടനെ ജഡ്ജി പറഞ്ഞു, ഈ അതിന് മാന്തി എന്നുള്ള സത്യമാണോ? Is it true that you digged his border? ആ വിശ്വാസിയായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, And the person എന്റെ said, യജമാനനെ ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, ഞാൻ കള്ളം പറയത്തില്ല. I am a Pentecostal man, I won't lie. ജഡ്ജി പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു. Judge said, I believe that. ഇന്ന് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയാൻ Will പറ്റും? the judge say that about that us today? നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ? Will the judge say that about us? പെന്തക്കോസ്തുകാരൻ പറഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ലോകത്തിലുണ്ടായിരുന്നു. There was a time when the Pentecostal said something, people believed it is true. നമ്മൾ പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കുവോ? Will they say that about us? വിശ്വസിക്കാത്ത കാലഘട്ടം. This is a time when they won't. അത് ദൈവമക്കളുടെ പ്രവൃത്തി ഇന്ന് രാവിലെ വെളിപ്പെടണം. Our works should be revealed. ഹല്ലേലൂയ. നമുക്കൊരു തെറ്റ് ചെയ്താൽ ഇന്ന് കുറ്റബോധം പോലും തോന്നാറില്ലല്ലോ. When we do something wrong, we do not have any regrets. കുട്ടനാട് ഭാഗത്തുണ്ടാകുന്ന ഒരു വിശ്വാസിയുടെ കാര്യം എനിക്കറിയാം. I know another person, believer. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നേരിട്ടറിയുന്നതല്ല, കേട്ടുള്ള അറിവാണ്. I heard about him. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നു. Oh, he came to the grace after believing. ധാരാളം ഭൂസത്തുള്ള മനുഷ്യനായിരുന്നു. He must have much wealth. തനിക്ക് ദുസ്വഭാവങ്ങളായി മുറുക്ക, അന്നത്തെ കാലത്തിൽ വെറ്റില മുറുക്ക തനിക്കുണ്ടായിരുന്നത്. അതുണ്ടായിരുന്നു. He had a bad habit. അതെല്ലാം ഉപേക്ഷിച്ചു. And he left everything. കുറെ നാൾ ഇങ്ങനെ കഴിഞ്ഞു, വർഷങ്ങളൊക്കെ കഴിഞ്ഞു. After many years. ഒരു ദിവസം തന്റെ വയലിൽ ഇങ്ങനെ നടക്കുമ്പോ One time he is walking in his field. കാവൽക്കാർക്ക് വേണ്ടിയുള്ള ഒരു കൊച്ചു സ്ഥലം, ഒരു പെരയുണ്ടായിരുന്നു അവിടെ. There was a small hut for his servants. അതിനകത്ത് കുറച്ചു നേരം വിശ്രമിച്ചപ്പോൾ He was taking a rest there. ഒരു മൂലയ്ക്ക് ആ പഴയ വെറ്റിലേക്ക് ഇരിക്കുന്ന ഒരു ചെല്ല അവിടെ കണ്ടു. He saw that old thing that he was eating before. അതിനകത്ത് ഒരു ചെറിയൊരു സ്മോൾ പീസ് ഫോയിൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. അറിയത്തില്ല. He saw something in that small hut. ചുമ്മാ എടുത്തൊന്ന് മണപ്പിച്ച് നോക്കിയാൽ മണമൊക്കെ ഉണ്ടല്ലോ. He started smelling that again. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഓർത്ത് വായിലിട്ട് നോക്കി. He put in his mouth. അന്നേരം തുപ്പിക്കളഞ്ഞു. He spit it. പെട്ടെന്ന് തനിക്ക് ആ കുറ്റബോധം ഉണ്ടായി. He immediately started regretting. വീട്ടിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി. He started crying after. ഭാര്യ ചോദിച്ചു, എന്താ കരയുന്നത്? His wife asked, why you ഒരു crying? വാക്ക് പോലും പറയുന്നില്ല. He could not say anything. കുഞ്ഞുങ്ങൾ ചോദിച്ചു, എന്താ കരയുന്നത്? Children asking, why you ഒരു crying? വാക്ക് പറയുന്നില്ല. He wouldn't say anything. 1-2 ദിവസം ആഹാരം കഴിക്കാതെ കരച്ചിലോട് കരച്ചില്ല. 2 days he didn't eat anything. He started crying. അവസാന സഭയിലെ പാസ്റ്റർ വന്നു. Pastor of the church came. ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, He told this way, ദൈവദാസനെ ഞാൻ ഇത് വേണ്ട എന്ന് വെച്ചതാ. man of God, I had rejected that. ഓ, ഞാൻ അതിന് വശീകരിക്കപ്പെട്ടു പോയല്ലോ. Oh, I again fell back. എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? How can I live? നമുക്ക് ഇങ്ങനെ കുറ്റബോധം തോന്നാറുണ്ടോ? Are we having regrets like എത്ര this? നാളായി ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടെങ്കിലും കരഞ്ഞിട്ട്? Have you cried like that before God? പ്രവൃത്തികൾ നിമിത്തം സ്വർഗം ന്യായവിധിക്കുന്നതിന് മുമ്പ് Before the judgment from heaven comes, നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. can we pray? കാരണം Because പ്രവൃത്തി നമ്മുടെ മുന്നിൽ കയറി വരും. the works will be laid എനിക്ക് before തോന്നുന്നു us. 2 ആഴ്ച മുമ്പ് പാസ്റ്റർ വർഗീസ് അബ്രഹാം അത് ഓർപ്പിച്ചു. Pastor Varghese Abraham എപ്പോഴും reminded. കേൾക്കുന്ന ഒരു വാക്യം ഒന്നും കൂടെ ഞാൻ പറയട്ടെ, ഈ അർത്ഥത്തിൽ പറയട്ടെ. Let me remind you again. മത്തായി 7:22 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്, Matthew 7:23 onwards. അന്നാളിൽ ചിലർ വന്ന് എന്നോട് പറയും, On that day some will come. കർത്താവേ, Oh Lord, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, we have worked in your prophesied ഭൂതങ്ങളെ name. പുറത്താക്കി, We had cast the demons വീര്യപ്രവൃത്തികൾ ചെയ്തു. out. We did great things. ഞാൻ അവരോട് പറയും, I will tell them, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, oh people who ഞാൻ work ഒരു evil, നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. I had never known you. നമ്മളത് എങ്ങനെ വ്യാഖ്യാനിച്ചത്? How God we എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്നാണ്. He said, I do not know you. യേശുവിന് അറിയാം. Jesus knows. കാരണം എങ്ങനെ അറിയുന്നത്? How will he know? പ്രവാചകനായിട്ടല്ല, Not be as a prophet, രോഗശാന്തി വീരനായിട്ടല്ല, not as a person who heals, അധർമ്മം പ്രവർത്തിക്കുന്നതിനായിട്ട്. as a people who did evil. അല്ലെങ്കിൽ പറയത്തില്ലല്ലോ, വഴിയെ പോകുന്ന എനിക്ക് കള്ളാന്ന് വിളിക്കാൻ പറ്റും. Or else they won't be called like that. ഒരാൾ വഴിയെ പോകുമ്പോൾ എനിക്ക് കയറി കള്ളാന്ന് വിളിക്കാൻ പറ്റും. I cannot call somebody liar. കള്ളനാന്ന് അറിഞ്ഞെങ്കിലേ കള്ളാന്ന് വിളിക്കാൻ പറ്റും. Only if they are a liar. ഇവർ അധർമ്മം പ്രവർത്തിക്കുന്നവരാണെന്നാ ദൈവത്തിന് അറിയാവുന്നത്. God knew they did evil works. എന്താ അതിന്റെ അർത്ഥം? What does it mean? പ്രവചനത്തിന്റെ മുമ്പിൽ അധർമ്മം കയറി നിന്നു. Oh, before their prophecy, the evil works stood. വീര്യപ്രവർത്തികൾ നടക്കുന്നുണ്ട്. Great works are happening. അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന അധർമ്മം മുന്നിൽ കയറി വന്നു. The evil works are dominating them. ഞാൻ സഭായത്തിൽ വന്നിരിക്കുമ്പോൾ When I come to church, എന്റെ പ്രസംഗത്തിന്റെ മുമ്പിൽ അധർമ്മം കയറി നിൽക്കരുത്. the evil works are standing before me. കൈയടിച്ച് തുള്ളി ആരാധിക്കുമ്പോൾ When I worship God, കൈകളുടെ പ്രവൃത്തി മുന്നിൽ വന്ന് നിൽക്കരുത്. the works are standing before me. അന്യഭാഷയുടെ മുമ്പിൽ അധർമ്മം കയറി നിൽക്കരുത്. Evil works when they stand before us, പ്രവൃത്തിക്കൊത്ത ന്യായവിധി ഉണ്ടാകും. there will be judgment of every work. പെന്തക്കോസ്തുകാരന്റെ വിശുദ്ധി എന്ന്
പറയുന്നത് The holiness of Pentecostal people. ഉണർവിനെക്കാട്ടി മുമ്പ് നമുക്കൊരു യഥാസ്ഥാപനം വേണം. We need to be restored before our holiness. 85-ാം സംഗീതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Psalms 85, അതിന്റെ 5-6 വാക്യങ്ങള്. verse 4 and 5. കർത്താവേ, ഞങ്ങളോടുള്ള നീരസം മതിയാക്കണമേ, Oh Lord, stop your disliking towards us. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. Restore us, Lord. 6-ാം വാക്യം നമുക്ക് സന്തോഷമാ. We like the 6th word. Will you not revive us again? ഞങ്ങളെ ഉണർത്തണമേ എന്നുള്ള Will you വാക്ക്. not revive us again? ഉണർവിന് മുമ്പ് ഒരു റിസ്റ്റോറേഷൻ വേണം. A restoration is needed before നമുക്ക് revival. ഉണർവ് പിന്നെ മതി. Let us have revival later. എന്താ യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ, What is restoration? ഞാൻ എവിടെ ആയിരുന്നോ എവിടെ ആയിരിക്കണമോ അവിടേക്ക് മടങ്ങി വരുന്നതാ യഥാസ്ഥാപനം. God is bringing you back where you belong. ഇന്ന് പകൽക്കാലം അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. This is how we should pray. കർത്താവേ, എന്നെ Lord, യഥാസ്ഥാനപ്പെടുത്തണം. restore me. യഥാസ്ഥാനപ്പെടുമ്പം When we are restored, ചിലപ്പോ വേദനയൊക്കെ ഉണ്ടാകും. you might be going through pain. ഒരു കെട്ടിടം പണിതുകൊണ്ട് വരിക, You're building a അതിന്റെ ഇടയ്ക്ക് house. ഒരു ഇഷ്ടിക ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് മുടച്ചിരിക്കുക. One brick is sticking out. നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ? What do we do? അതിന്റെ മണ്ടയ്ക്ക് മൂളിക്കെട്ടുവോ? Will we build over that? അത് പ്ലം ലൈൻ പിടിച്ചിട്ട് അത് ചെത്തിക്കളയും. We will break that. ഇതാ ഇന്ന് പകൽക്കാലം യഥാസ്ഥാപനം. This is restoration. എന്തെങ്കിലും ദൈവവുമായുള്ള നേരെയുള്ള ബന്ധത്തിലല്ലെങ്കിൽ If our relation with God is അതിനെ not straight, മുറിച്ച് കളയണം. we need to cut it off. ആ വേദന അനുഭവിക്കുന്ന ഒരു സുഖമാണെന്ന് ഓർത്തോണം. We have to go through that pain. ദൈവമക്കളുടെ വളർച്ചയ്ക്ക് 2 വേദന. There are 2 pain for our growth. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ, വേദനയില്ലാത്തൊരു ജീവിതം ഇല്ലയോ എന്ന്. Is there no life without pain? വചനം പഠിപ്പിച്ചത് എപ്പോഴും വേദനയുണ്ട്. The word teaches that there is pain അത് always. ഞാൻ വിശദീകരിക്കാം. ഒന്ന് സുഖമുള്ള വേദന, Oh, the pain that you have a joy. ഒന്ന് സുഖമുള്ള വേദന, Pain which you don't have ഒന്ന് joy. ദുഃഖം വരുത്തുന്ന വേദന. Another thing that brings sorrow. എന്താ സുഖമുള്ള വേദന പറയാം? What is the pain with joy? നിങ്ങളിൽ കായ്ക്കാത്ത കൊമ്പ് The things that don't grow in us. വെട്ടിക്കളയണം. You have to cut it off. അത് ഒന്നാമത് മുറിച്ച് കളഞ്ഞേ പറ്റൂ. You have to cut it off. എന്താ ദൈവനാമത്തിന് പ്രയോജനമില്ലാത്തത്? Things that don't being അത് grown. മുറിച്ച് കളയണം. Keep cutting them off. അത് വേദനയുണ്ട്. There is ഇത് pain. സഹിക്കാൻ തയ്യാറാകണം. Should be ready to go through it. രണ്ടാമത്തെ വേദന, The second pain. കായ്ക്കുന്ന കൊമ്പ് The thing that is growing. അധികം ഫലം കായ്ക്കേണ്ടതിന് So that it grows more. ചെത്തി വെടിപ്പാക്കണം. You're going to prune that. എപ്പോഴാ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? How can you live peacefully? ഒന്നെങ്കിൽ മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കണം, You have to keep cutting it off. അല്ലെങ്കിൽ ചെത്തി Or വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. you have to prune that at the right time. അതിന്റെ അർത്ഥം എന്താ? What does it mean? അത് സർജന്റെ സിസ്റ്റർ പോലാ. That is the scissor of a surgeon. കാണുന്നവർക്ക് ശരീരം കീറി മുറിക്കുക. Or like people who see it is പക്ഷേ cutting. നിന്റെ അകത്ത വേദന നിരന്തരം മാറ്റുന്ന ഒരു മുറിവ ഇപ്പോൾ വരുത്തുന്നത്. But this is bringing a pain inside. നമ്മുടെ പ്രവൃത്തികൾ മുന്നിൽ കയറരുത്. Let our works not stand before us. അടുത്ത ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ ശിക്ഷാവിധി ഉള്ളത്. The things that bring us judgment. ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞാൽ, People who forsake their old faith. അതിന് നമുക്ക് ന്യായവിധി ഉണ്ട്. You will be judged. 1 തിമോഥെയോസ് 5:12 നാം വായിക്കുന്നു, 1 Timothy 5:12 says, ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞവർക്ക് people who rejected the first faith, ശിക്ഷാവിധിയുണ്ട്. they will be judged. ഹുമനയോസും അലക്സാണ്ടറും ഞങ്ങളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. Alexander and Hymenaeus, your faith ദൈവം ship, അവരെ ശിക്ഷാവിധി കേൾപ്പിച്ചു. God gave them unto judgment. വേഗം 2 വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. We'll say 2 more words. ഈ വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ The judgment of the saints. ഇപ്പൊ നമ്മൾ സ്വർഗ്ഗത്തിൽ നിൽക്കുക എല്ലാവരും കേട്ടോ. Right now we are in heaven. നിങ്ങൾ ആരും നരകത്തിൽ പോകത്തില്ല. ആ കാര്യം ഉറപ്പ്, 100% ഉറപ്പ്. It's 100% sure that you won't go to hell. രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ നരകത്തിൽ പോകത്തില്ല. Because you were saved, you will not go പാപം to hell. ചെയ്ത് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നരകത്തിൽ പോകുന്നത്. But if you do not confess your sin, അത് വിശദീകരിക്കാൻ സമയമില്ല. I'll tell that later. നമ്മളിപ്പോ ദൈവത്തിന് മുമ്പാകെ നിൽക്കുക. We are standing before God. നമ്മളെ ന്യായവിധിക്ക് ആരാ സാക്ഷികള്? Who is our witness? വീട്ടുകാരൊന്നും കൂട്ടത്തിൽ വരത്തില്ലല്ലോ. Your family will not come. ഒന്നാ സന്തോഷം. If they come, it's good. പക്ഷെ അവർക്ക് വർത്തമാനം പറയാൻ അവിടെ അവസരമില്ല. They don't have a chance to speak. വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ സാക്ഷികൾ ആരാ? Who are the witness in that judgment? സ്വന്തക്കാരും സഭക്കാരും വീട്ടുകാരും നാട്ടുകാരും സഭക്കാരും ഭൂരിപക്ഷം ഒന്നും അല്ല സാക്ഷ്യം പറയുന്നത്. It's not the church or your neighbors who are going to be രണ്ട് സാക്ഷികളുണ്ട്. There are 2 witnesses. 50-ാം സങ്കീർത്തനം 4-ാം വാക്യം. Psalms 50 verse number 4. തന്റെ ജനത്തെ, Oh, his people. ആ വാക്ക് ശ്രദ്ധിക്കണം. Remember, തന്റെ ജനത്തെ, his people. വിശുദ്ധന്മാരെ, Oh, saints. വിശ്വാസികളെ, Oh, faithful people. ന്യായം വിധിക്കേണ്ടതിന് So that he would judge അവൻ them. മേലിൽ നിന്ന് ആകാശത്തെയും Oh, he made heavens. താഴെ നിന്ന് ഭൂമിയെയും വിളിക്കുന്നു. He is calling heavens and the earth. ഇവർ രണ്ടോ സാക്ഷ്യം പറയാൻ പോകുന്നത്. These 2 are going to be ആരാ testifying. സാക്ഷ്യം പറയുന്നത്? Who is testifying? ആകാശവും ഭൂമിയും. Heaven and earth is going to എന്താ testify. ഭൂമിയുടെ സാക്ഷ്യം? What is earth's testimony? അതൊന്ന് കേട്ടിട്ട് പോയാട്ട് Let us hear. ഒന്ന് അറിയണമല്ലോ നമുക്ക്. We need to know. യെശയ്യാവ് 29 Isaiah 29 അതിന്റെ 4-ാം വാക്യം. verse number 4. ഒരാളൊന്ന് നിർത്തി വായിക്കാം. Let us read that. യെശയ്യാവ് 29:4 ഭൂമിയുടെ സാക്ഷിയോ? വായിച്ചോ. നിലത്ത് നിന്ന് സംസാരിക്കും. Speak out of the ground. നിന്റെ വാക്ക്, ശ്രദ്ധിക്കണേ, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും. Speech shall be low out of the dust. നമുക്ക് മനസ്സിലാവില്ല ഞാനാ ഇത് പറഞ്ഞെന്ന്. You will know that it is us. നിന്റെ വാക്ക്
പൊടിയിൽ നിന്ന് പതുക്കെ വരും. Your words will come out of നിന്റെ the dust. ഒച്ച നിലത്തു നിന്ന് ഇങ്ങനെ ചിലയ്ക്കും. Your voice will come out of the ground. വെളിച്ചപ്പാടിൻ്റെതുപോലെ. Just like prophesying. നമുക്ക് തോന്നും പ്രവചനം പറയുവാന്ന്. We will see it is being prophesied. ഇപ്പൊ അനുഗ്രഹിക്കുന്ന ദൂതാ കേൾക്കാൻ പോകുന്നത്. This is going to be a great. വെളിച്ചപ്പാടിൻ്റെതുപോലെ പൊങ്ങി വരും. It will come out of the ground. നിലത്തു നീ ഭൂമി ഇതെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. The earth is recording everything. ഒരു സീഡിയോ DVD ഇടുമ്പോൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന കാണത്തില്ല. Just like put a DVD in. അത് മാഗ്നറ്റിക് ടേപ്പാ. It's a magnetic tape. അതുപോലെ ഇത് ഇങ്ങനെ ആക്സിസിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. It is rotating. പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. Everything is recorded. തിരിച്ചൊന്ന് കറങ്ങിയായി പറഞ്ഞെല്ലാം കേൾക്കും. If it goes the other way, then it will come out. റെക്കോർഡ് ചെയ്യുമ്പോഴും കറങ്ങും, കേൾക്കാൻ നേരം ഇത് കറങ്ങും. When you hear, it will record the other way. അപ്പൊ നമ്മൾ കറങ്ങും. Then we will be. അത് ഉറപ്പായി ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. Earth is recording everything. ഒന്നും കൂടെ പറയാം. Let's say another word. ഹബക്കൂക്ക് 2:11. Habakkuk 2:11 says. വേഗം വായിച്ചു. വന്ന അബദ്ധമായി പോയി തോന്നുന്നു. ഹബക്കൂക്ക് 2:11. അടുത്ത ആഴ്ച ഇത് പറയത്തില്ല. വേഗം. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുമെന്ന്. The stone shall cry out of the wall. കട്ടളയ്ക്കും കതകിനും ഒക്കെ ചെവിയുണ്ട്. The beams will have ears. ഉത്തരം, നാട്ടിലെ ഉത്തരം പറയുമെന്ന്. അങ്ങനെ ഉത്തരം എന്ന് പറഞ്ഞാൽ ബീം. The beam will answer. ഉള്ള തടിയെല്ലാം കൂടെ കയറ്റി വെച്ചപ്പോൾ ഓർക്കണമായിരുന്നു. When you put those beams in your house, ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. it's recording everything. നിലത്തെ ഓരോ കല്ലും, Every stone in your house. സഹോദര സഹോദരി, കുഞ്ഞെ, പാസ്റ്ററെ, Oh, everyone. നടന്നു വന്നതും പോയപ്പോ പറഞ്ഞതും ഇരുന്നപ്പോ പറഞ്ഞതും ഇമെയിൽ അയച്ചതും ടെക്സ്റ്റ് ചെയ്തതും പറഞ്ഞതും കേട്ടതും ഒക്കെ നിലത്തുനിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പൊങ്ങി വരും. All those things that happened are going to come out of the ground. ആരൊക്കെ പറഞ്ഞു, എപ്പോഴൊക്കെ പറഞ്ഞു, ഏതൊക്കെ ഡേറ്റ് പറഞ്ഞെന്ന് കലണ്ടറിൽ അടയാളമിട്ടതുപോലെ അന്ന് ഇത് വിളിച്ചു പറയും. Like you mentioned in the calendar, everything is going to come ഇത് നാം outside. മറന്നു പോകല്ലേ. Do not forget. ഇത് നിങ്ങൾ മറന്നു Do പോകല്ലേ. not forget. ദൈവകൃപയിൽ ആരാധിക്കുന്ന ദൈവസഭ ഇത് മറന്നു പോകല്ലേ. Church who worship God in truth, do not forget. നീ ആകാശം എന്താ ചെയ്യുന്നത്? What is heaven going to do? ദൈവം ഒരിക്കൽ ആകാശത്തോട് പറഞ്ഞു, Once God told heaven, എനിക്കൊരു പരാതി ഉണ്ട് കേട്ടോ. I have a complaint. നിങ്ങൾ കേട്ടോണം അത്. You have to hear. യെശയ്യാ പ്രവാചകൻ 1:2 വാക്യങ്ങളാ. Isaiah chapter 1. ആകാശമേ കേൾക്ക, Oh heavens, hear. ഭൂമിയെ ചെവി ചാരിക, Oh earth, hear. ഞാൻ എന്റെ മക്കളെ പോറ്റി വളർത്തി, To bring my children up, അവരെ എന്നോട് മത്സരിച്ചു. they fought against me. നോക്ക്, വഴിയെ നടക്കുന്ന കാള തന്റെ യജമാനനെ അറിയുന്നു. The ox knows its master. വിഴുപ്പ് ചുമക്കുന്ന കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. The donkey knows his master. ആകാശത്തിലെ പക്ഷിയും കൊക്കും മീവൽ പക്ഷിയും ഒക്കെ അതിന്റെ കാലം അറിയുന്നു. The birds in the air, they know the ages. എന്റെ ജനം അറിയുന്നില്ല. But my people do not know. ഈ ആകാശം ഇങ്ങനെ എല്ലാത്തിനും പടം എടുത്തോണ്ടിരിക്കുക. The heavens taking ഒരു pictures. കല്യാണത്തിന് 10-20 വർഷമൊക്കെ ഒരുങ്ങിയാൽ മതി. നാട്ടിലെ കാര്യം പറയുന്നത് അല്ലല്ലോ. ഈ നല്ലപോലെ ഒരുങ്ങിയൊക്കെ വന്ന് സാരി കൊടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞു You have to prepare a lot for a എല്ലാം wedding. ഒരുങ്ങി ഒരു 10-25 വർഷം ഒരുങ്ങിയാൽ മതി. You have to prepare a lot for a wedding. കോളേജിൽ പോകാൻ 10 വർഷം ഒരുങ്ങിയാൽ മതി. To go to a college, you have to ജോലിക്ക് prepare. പോകാൻ കുറച്ച് ഒരുങ്ങിയാൽ മതി. You have to prepare to go to a job. സഭായോഗത്തിന് വരാൻ വേണ്ടി 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. To come to a church, you have to prepare. അങ്ങ് പോകാൻ വേണ്ടി ഒരു ആയുസ് മുഴുവൻ ഒരുങ്ങണം. But to go there, you have to prepare a whole life. ഒന്നി തെറ്റിയ സകലത്തിലും തെറ്റി. But if you are fault at one, you are fault at everything. സകലത്തിന്റെയും പിക്ചർ ഇങ്ങനെ ആകാശം എടുത്തോണ്ടിരിക്കുക. Heaven's taking pictures of everything. പകൽക്കാലം അലലിയ എടുക്കുമ്പോൾ അലലിയ നാം ദൈവം മുമ്പാകെ എങ്ങനെ ഇരിക്കുന്നു? How are we before God? അലലിയ ആകാശം അത് ചെയ്തുകൊണ്ടിരിക്കുക. Heaven is taking pictures. ഈ രണ്ട് സാക്ഷികളെ ദൈവം വിളിക്കുന്നത്. God is calling these two witnesses. എങ്ങനാ ന്യായവിധി? How is the judgment? തീക്കാത്തൂടാ. Oh, judgment is through fire. രണ്ട് തരത്തിലുള്ള പ്രതിഫലം കിട്ടാൻ പോകുന്നത്. Two types of reward. ആ പ്രതിഫലം എന്താണെന്ന് ഞാൻ പിന്നീട് ഓർപ്പിക്കാം. I'll tell you it's what is later. ഒന്ന് നിത്യലജ്ജ. Oh, one is eternal shame. വേറൊന്ന് നിത്യമാനം. Oh, next is eternal അതുകൊണ്ട് honor. ദാനിയേലിന്റെ പുസ്തകം 12:2 ഇങ്ങനെ വായിക്കുന്നു. Daniel 12:2 says, ചിലർ നിത്യലജ്ജയ്ക്കായിട്ട്, for some will be prepared for eternal shame. മാനത്തിനായിട്ടും പൊടിയിൽ നിന്ന് എഴുന്നേറ്റ് വരും. Others will be prepared for eternal glory. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. Corinthians Paul says. 1 കൊരിന്ത്യർ 3-ാം 1 Corinthians 3. 10 മുതലുള്ള വാക്യങ്ങൾ Verse number 10 onwards. നാം ഇങ്ങനെ വായിക്കുന്നത്. And we read. രണ്ട് തരം പണിയുണ്ട്. Two types of works. മരം, പുല്ല്, വൈക്കോൽ. Tree, grass and hay. അടുത്തതല്ല വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല്. Oh, the precious stone, silver and gold. തീക്കാത്തൂടാ ഇത് കടത്തിവിടും. All of these are going to pass through fire. അന്നേരം നമ്മൾ അറിയുന്നത്, Then you will know നമ്മൾ ചെയ്തത് വിലയുള്ളതായിരുന്നോ വിലയില്ലാത്തതായി. things that we did, whether they were having any value or not. അവിടെ പറയുന്നുണ്ട് താനോ രക്ഷിക്കപ്പെടും. They will be saved. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. It doesn't matter. നരകത്തിലൊന്നും പോത്തില്ല. They will not go to hell. ആയുസ്സും വാരിയും അവിടെ നിൽക്കും. But they will stay there. നാണക്കേടാ, ഇപ്പൊ ഇവിടെ വരണ്ടായിരുന്നു. I should not have come here. എല്ലാരും കണ്ടോ കെട്ടുകണക്കിന് ഇരിക്കുമ്പോൾ ഞാൻ മാത്രം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. I didn't bring anything. എന്തെല്ലാം അവസരം ദൈവം തന്നതാ. God had given me many എന്തെല്ലാം opportunities. ദൈവം എന്നെ ഏൽപ്പിച്ചതാ. God had given me many things. ഒന്നും കൊണ്ടുവരാൻ I പറ്റിയില്ല. could not bring anything. ഇതിനെക്കാട്ടി നല്ല നരകത്തിൽ It പോകുന്നതായിരുന്നു. was better I could have gone to hell. നിത്യ ലജ്ജ എന്ന് പറയുന്നത്. That is eternal shame. ചിലത് നിത്യമാനത്തിനായിട്ട്. Some are prepared for eternal glory. പകൽക്കാലം ഞാൻ പറഞ്ഞ് Let അവസാനിപ്പിക്കട്ടെ. me tell you this morning. എന്റെ കാര്യം അങ്ങ് പറഞ്ഞ
കുഴപ്പമില്ല. I'm telling you about myself. വലിയൊരു കെട്ടുമായിട്ട് അങ്ങോട്ട് ചെന്നു. I went there with a big അത് baggage. ഇന്ന് രാത്രിയിലാണ് മരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ന്യായ ദിവസത്തിന്റെ കാര്യം പറയുന്നത്. I'm telling you the day of judgment. എന്നോട് കർത്താവ് ചോദിക്കും, എന്താ കുഞ്ഞ തലയിരിക്കുന്ന വലിയ കെട്ട് God is asking me, what is that big luggage on your head? കച്ചിത്തുറുവിന്റെ അത്രയും ഉണ്ടല്ലോ. It is so big as a hay. ഉടങ്ങാണ്ട് 2-3 തിളക്കമൊക്കെ കാണുന്നുണ്ട്. I see a few glittering. ഞാൻ പറഞ്ഞ എന്റെ സാക്ഷ്യം കേട്ടോ. Listen to my testimony. 1991 തൊട്ട് 1991 onwards, അവന് വേണ്ടി പ്രവർത്തിക്കുക. I am working for God. കേരളത്തില്, In Kerala, കർണാടകയില്, in Karnataka, അമേരിക്കയില്, in America, ഈ വായിച്ചിടത്തൊക്കെ everywhere God sent me. കുറച്ച് ഒരു സൈഡിൽ കാണുന്ന ക്രൂസൈഡ്, Oh, I am doing a crusade. ഒരിടത്ത് ഉപവാസ പ്രാർത്ഥന, Oh, fasting prayers, യൂത്ത് മീറ്റിംഗ്, youth meetings, സൺഡേ സ്കൂള്, Sunday school. ഏതിനാ കുറവുള്ളത്? I am doing everything. വലിയ കെട്ടാണല്ലോ കുഞ്ഞ്. There is a huge heap, ഈ ഇടയ്ക്ക് നിന്നിട്ട് തിളക്കം മാത്രം. but I see few glitterings. ദൈവം പറയും, ഏതായാലും വന്നതല്ലയോ, God said, you are come here. ഈ തീക്കകത്തോടെ ഒന്ന് കയറിപ്പോ. Can you pass through this fire? ഷൂന്നൊരു ശബ്ദം കേട്ടു. There's a sound. ഒന്ന് തല തപ്പി നോക്കിയപ്പം When he looked, ഒരു പിടി ചാരം, this is a little bit of ash. ഇടയ്ക്കിടയ്ക്ക് 2 ഗ്രാം സ്വർണം, There's some little bit of gold, ഒരു തുള്ളി വെള്ളി, little bit of silver, 2 കല്ല്. 2 stones. അത് മാത്രമേ കാണത്തുള്ളൂ. That's all was left. അത് മാത്രമേ കാണത്തുള്ളൂ. That's all will be left. എന്തെങ്കിലും ചെയ്തിട്ട് If you have done something, അതിന് കണക്ക് പറഞ്ഞാൽ, if you are accounting അല്ലെങ്കിൽ 4 പേരെ കാണ ചെയ്താൽ, to show other people, അതൊക്കെ ഇവിടം കൊണ്ട് തീരും. it will be over here. അക്കരെ നാട്ടിൽ It പ്രയോജനപ്പെടത്തില്ല. won't be useful there. പക്ഷെ ആരും അറിഞ്ഞില്ലെങ്കിലും But if nobody knows, ദൈവനാമത്തിന് വേണ്ടി ചെയ്തതൊക്കെ വിലപിടിപ്പുള്ളതാ. everything you do for God, ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒത്തിരി ചെയ്യുന്നവരാ. you are doing many things for നീ God. പറഞ്ഞു വന്നെങ്കിലും We are saying many things. അവൻ നമ്മോട് കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. Day when he will do his accounts with us. സത്യം വെളിപ്പെടുത്തുന്ന ദൈവം. Day when the truth will come out. ഇന്ന് പകൽക്ക് എല്ലാവരും പ്രാർത്ഥിച്ചാൽ, Let us pray. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. Let us close our eyes. അല്പസമയം ധ്യാനിക്കാൻ പോകുക. We're going to meditate. ഈ ജീവിതം എങ്ങനെയാണ് ജീവിക്കുന്നത്, How are we living our life? അങ്ങനെയായിരിക്കും അക്കരെ നാട് നാം എത്തുന്നത്. That's how you will reach the. പൗലോസ് പറയുന്നു, എനിക്ക് വല്ല വിധേനയും മരിച്ചവിടെ നിന്നൊരു പുനരുത്ഥാനം വേണം. Paul says, somehow I need to attain the resurrection. ഇവിടെ നിന്നുകൊണ്ട് തീരുമാനിച്ചാട്ട്, Let us decide today. കർത്താവേ, Lord, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ, the words that I said the past days, സഹോദരി സഹോദര, ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയട്ടെ, let me tell you in the spirit. നമുക്കത് ന്യായവിധിക്ക് കാരണമായി തീരല്ലേ. Let it not become a cause of നീ judgment. വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിനകത്ത് അത് ഇന്നും കൊണ്ടു നടക്കുകയാണെങ്കിൽ Maybe it's a thought in your heart. അത് ന്യായവിധിക്ക് കാരണമായി തീരല്ലേ. Let it not become a reason for judgment. പുറമെ കാണുന്നില്ലെങ്കിലും പ്രവൃത്തികൾ ദോഷമുള്ളതാണെങ്കിൽ, If your works are evil, കായീന്റെ പ്രവൃത്തി ദോഷമുള്ളതായിരുന്നു. the works of Cain was evil. എന്റെ കുഞ്ഞെ, നീ സഭായോഗത്തിന് വരരുതായിരുന്നു. You should not have come to the church. നീ വന്നാ നീ കൊലപാതകനാകും. If you come, you will be a murderer. പരിശുദ്ധാത്മാവിൽ സ്നേഹത്തോടെ ദൂത് പറയട്ടെ, Let me tell you by the Spirit, അഭിഷേകം നഷ്ടപ്പെട്ടാൽ, losing the anointing, കൃപ നഷ്ടപ്പെട്ട്, losing the grace, ആരാധന കഴിച്ചാൽ, after the worship, നീ കൊലക്കേസിൽ പ്രതിയാകും. you will become a murderer. പരിശുദ്ധാത്മാവിന്റെ ദൂതായി പറയുന്നത്. This is what the Spirit of God is saying. പറഞ്ഞു ഉപേക്ഷിക്കാത്തതൊന്നുമായിട്ട് Things that are not confessed, ആലയത്തിൽ വരല്ലേ, do not come here without them. ആരാധനയ്ക്ക് വരല്ലേ. Do not come here. ആബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. God was pleased with Abel. ഇന്ന് പകൽക്കാലം കായീനെ, Oh Cain, നിന്റെ ഫലത്തിലൊന്നും എനിക്ക് വിഷമമില്ല. I don't have any problem with you. കാരണം അത് മോശമായിരുന്നെങ്കിൽ, If it were bad, പിന്നീട് മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുത്തപ്പോൾ when God gave law to Moses, ഭോജനയാഗം, oh, ആദ്യഫലയാഗം, ഇതൊന്നും ദൈവം പ്രമാണം വെക്കത്തില്ലായിരുന്നു. God would not have put the first fruits and things like that. അല്ലെങ്കിൽ ഗിദെയോൻ കൊണ്ടുവന്ന അപ്പ കഷ്ണം വെച്ചപ്പോൾ അതിൽ ദൈവം തീയിറക്കിയവനാ. God wouldn't have put that fire down on Gideon's head. മനോഹ കൊണ്ടുവന്ന് അപ്പ നുറുക്കുകൾ വെച്ചപ്പോൾ അത് ദൈവം തീയിറക്കിയവനാ. God had put a fire down on Manoah's ദൈവത്തിന് bread. കായീൻ കൊണ്ടുവന്നതിലല്ല പ്രശ്നം. The things that Cain brought is not the problem. വാതിക്കൽ പാപം കിടക്കുമ്പോൾ When the sin is at that അതിനെ door, ജയിക്കാതെ ആരാധനയ്ക്ക് വരരുത്. he did not take victory over that sin. Kill it before it kills you. Praise God. അത് നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ അതിനെ കൊല്ലണം. Kill it before it kills you. അത് നിന്നെ വിഴുങ്ങുന്നതിന് മുമ്പ് Before it swallows you, നീയോ അതിനെ കീഴ്പ്പെടുത്തണം. you have to conquer it. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Let us pray. ദിവസം എഴുന്നേറ്റ് നിൽക്കാം. Let us stand up. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ന്യായവിധി വെളിപ്പെടും. On the day of judgment, ന്യായമായ ഒരു വിധി വെളിപ്പെടുന്ന ദിവസമുണ്ട്. അന്ന് കാര്യം ദൈവം തീർക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ഒരു നിമിഷം അനുതാപത്തിനു വേണ്ടി സമർപ്പിക്കാൻ പറ്റുമോ? Before a revival, I like to have revival. I like to go and preach about the revival. I have seen revival happening everywhere. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ മുമ്പാകെ ഞാൻ ചോദിക്കുന്നു, കർത്താവേ, I know there is a judgment for every saints. അന്ന് ആ ന്യായവിധിയിൽ എൻ്റെ കൈ ബലപ്പെട്ടിരിക്കണം. Praise the Lord.